ഓക്കെ, ഇന്നലെ നമ്മൾ എടുത്തതിന്റെ ബാക്കി. ഹലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. തുടങ്ങിയിട്ടില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്നലെ തന്നെ ബാക്കിയാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് സെക്കൻഡ് പ്രൊമോട്ടർ ഓർ പാർട്ട്ണറിലായിരുന്നു. അടുത്തത് ഓതറൈസ്ഡ് സിഗ്നറ്ററി. ഓതറൈസ്ഡ് സിഗ്നറ്ററി. നെക്സ്റ്റ് വൺ ഓതറൈസ്ഡ് സിഗ്നറ്ററി. ഓതറൈസ്ഡ് സിഗ്നറ്ററി, ആ കോളാണ് നമ്മൾ നെക്സ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓതറൈസ്ഡ് സിഗ്നറ്ററി. അപ്പൊ നമുക്ക് 77% എന്തായിട്ടുണ്ട്? 77% ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ഇടരുത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്. സൗണ്ട് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളെ പ്രോബ്ലം ആയിരിക്കും. സൗണ്ട് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലെ തന്നെ ബാക്കി. അപ്പോൾ ഓതറൈസ്ഡ് സിഗ്നറ്ററിയിൽ നമ്മൾ എന്ത് ചെയ്തു? അതർ ഇൻഫർമേഷനകത്ത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടരുത്, ഞാൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രൊമോട്ടർ ഓഫ് പാർട്ട്ണർ എന്ന കോളത്തിൻ്റെ അകത്ത് ഏറ്റവും അവസാനമായി കണ്ടത് നമ്മൾ എന്തായിരുന്നു? ഓൾ അതർ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമുക്ക് ഓൾസോ ഓതറൈസ്ഡ് സിഗ്നറ്ററി നമ്മൾ യെസ് ആക്കിയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ, അവിടെ വരെ ഇന്നലെ പറഞ്ഞത്. അതിനുശേഷം ഓതറൈസ്ഡ് സിഗ്നറ്ററിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കോളാണ് പ്രൈമറി ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്നുള്ളത്. അതായത് പ്രൈമറി ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്നുള്ളത് നമ്മൾ എന്താക്കുക? ആ കോളത്തിൽ ഏത് ഫേം ആണെങ്കിലും, ട്രേഡിംഗ് ആണെങ്കിലും, മാനുഫാക്ചറിങ് ആണെങ്കിലും, സർവീസ് ആണെങ്കിലും, പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും, കമ്പനി ആണെങ്കിലും, LLP ആണെങ്കിലും, ഏതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൈമറി ഓതറൈസ്ഡ് സിഗ്നറ്ററിയിൽ ടിക്ക് ഇടുക കേട്ടോ. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററിയിൽ പ്രൈമറി ഓതറൈസ്ഡ് സിഗ്നറ്ററിയിലെടുത്ത് ടിക്ക് ഇടുക. ഓൾറെഡി നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓൾസോ ഓതറൈസ്ഡ് സിഗ്നറ്ററി കൊടുത്തത് കൊണ്ടും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഈ വ്യക്തി ആരാണ്? ഓതറൈസ്ഡ് സിഗ്നറ്ററി ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇതാ പേഴ്സണൽ ഇൻഫർമേഷൻ്റെ അത് പേര് വന്നു, അച്ഛൻ്റെ പേര് വന്നു, എന്ത് വന്നു? ഡേറ്റ് ഓഫ് ബർത്ത് വന്നു, മൊബൈൽ നമ്പർ വന്നു, ഇമെയിൽ ID വന്നു, ജെൻഡർ, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രൊമോട്ടർ ഓഫ് പാർട്ട്ണർ എന്നുള്ള കോളത്തിന്റെ അകത്ത് അടിച്ച ആളുടെ ഡീറ്റെയിൽസ്, അയാൾ ആരാണ്? നമ്മളെ ഓതറൈസ്ഡ് സിഗ്നറ്ററി ആണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അയാളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഐഡന്റിറ്റി ഇൻഫർമേഷനിൽ അയാൾ ആരാണ് പോലുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അയാളെ റെസിഡൻഷ്യൽ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അയാളെ ഫോട്ടോ പോലുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് പ്രൂഫ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞ ഏരിയ കാണാൻ പറ്റും. ഇത് പ്രൊപ്പറേറ്ററിന്റെ കേസിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ കണ്ടോ റെഡ് മാർക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററി ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ പ്രൊപ്പറേറ്റർ ഹു ഈസ് ഓൾസോ ഓതറൈസ്ഡ് സിഗ്നറ്ററി. പ്രൊപ്പറേറ്റർ ആകുമ്പം ഒരാളെ ഉള്ളൂ, അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ കാണിക്കേണ്ട. ഇനി പാർട്ട്ണർഷിപ്പോ കമ്പനിയൊക്കെ ആണ് എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ ആൾക്കാർ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓതറൈസ്ഡ് സിഗ്നറ്ററി ആവുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററി. അവിടെ നിങ്ങൾക്ക് എന്ത് പ്രൂഫ് സെലക്ട് ചെയ്യാം? നമ്മൾ ഈ വ്യക്തിയുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രൈവിംഗ് ലൈസൻസോ അതേപോലെയുള്ള, ഇവിടെ നമുക്ക് എന്താ പറയുക, പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇവിടെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററി. അവിടെ നിങ്ങൾ
പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസ് ഒഴികെയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കേസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൂഫ് കൊടുക്കണം. പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട പ്രൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട പാസ്പോർട്ടിന്റെ കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മളാണ് തെളിയിക്കുന്ന ഒരു പ്രൂഫ്, അതായത് ID കാർഡിന്റെ കോപ്പി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി അല്ലെങ്കിൽ എന്താ പാസ്പോർട്ടിന്റെ കോപ്പി, അങ്ങനെ എന്തെങ്കിലും കോപ്പി, അതായത് അതിന്റെ ഒരു എന്താ ചെയ്യുക, അത് ഏതാണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ID കാർഡാണ് ഇവിടെ എന്ത് ചെയ്യുക, സെലക്ട് എന്നുള്ളത് ID കാർഡ് സെലക്ട് ചെയ്യുക. ഇനി അതല്ല എന്താ പറയുക പാസ്പോർട്ടിന്റെ കോപ്പിയാണ് പാസ്പോർട്ട്. ഇനി അതല്ല നിങ്ങൾ സെലക്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ്, എന്താണോ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റിന്റെ സൈസ് ഒന്നുകിൽ PDF ഫോർമാറ്റിലാവാം അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാവാം. നിങ്ങൾ കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് JPG ഫോർമാറ്റിലായിരുന്നു. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എന്താ പറയുക ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയോ ഫോട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മളെ എന്തെങ്കിലും നമ്മളെ രേഖ തെളിയിക്കാനുള്ള ഒരു അത് ഒന്നുകിൽ PDF ആവാം അല്ലെങ്കിൽ JPG ആവാം. അതിന്റെ സൈസ് 100 KB അല്ല 1 MB താഴെ ആയിരിക്കണം സൈസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ഫയൽ കൊടുത്ത് സെലക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓതറൈസ് സിഗ്നേറ്ററി എന്ന് പറഞ്ഞ ഏരിയൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു മാക്സിമം 10 ഓതറൈസ് സിഗ്നേറ്ററി വരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, മാക്സിമം 10 ഓതറൈസ് സിഗ്നേറ്ററി വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓതറൈസ് സിഗ്നേറ്ററീസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ഇവിടെ നമ്മൾ ആഡ് ന്യൂ കൊടുത്താൽ ഒന്നിൽ കൂടുതൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററീസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത കോളം തന്നെ ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതേപോലെ തന്നെ എന്ത് വരും, ഐഡന്റിറ്റി ഇൻഫർമേഷൻ, അതേപോലെ തന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ എത്ര ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഉണ്ടോ അവരൊക്കെ ഡീറ്റെയിൽസും ഫോട്ടോ അതേപോലെ തന്നെ അവരെ തിരിച്ചറിയൽ രേഖയും കൊടുക്കുന്നു. ഓക്കെ, പ്രൊപ്പറേറ്ററിന്റെ കേസാണ് ഒരാളേ ഉള്ളൂ, അവിടെ എന്താണ് നമ്മൾ രേഖകളോ കാര്യങ്ങളോ ഫില്ല് ചെയ്യേണ്ട. പാർട്ട്ണർഷിപ്പ്, കമ്പനി, LLP ഒക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഒന്നിൽ കൂടുതൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഉണ്ടെങ്കിലാണ്, പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലല്ല, ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കാണിക്കുന്നു. ഇനി അതല്ല നമ്മൾ എന്താണ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഒരാളുള്ളൂ, പക്ഷെ എന്ത് ചെയ്യുന്നു അവരെ പ്രൂഫ് എന്താണ്, പാർട്ട്ണർഷിപ്പിന്റെയോ അതേപോലെ തന്നെ കമ്പനിയുടെ കേസിലാണ് നമ്മൾ പ്രൂഫും ഫില്ല് ചെയ്യുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കോളം ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. 77% ഉള്ളത് 79% മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്, അതായത് പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ കോളോ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്ന് പറഞ്ഞ കോളം രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടിലും അടിക്കേണ്ട ഡീറ്റെയിൽസ് ഒന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തത് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ കോളം GST രജിസ്ട്രേഷന്റെ കേസിൽ നമുക്ക് ആവശ്യമുള്ള കോളല്ല. പക്ഷെ നിങ്ങൾ ഓഡിയോന്റെ കുഴപ്പമായിരിക്കും, നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന കട്ടായിട്ട് കേൾക്കുന്നത്, നിങ്ങൾ ഓഡിയോന്റെ കുഴപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന കാര്യം എനിക്ക് മുറിഞ്ഞാണ് കേൾക്കുന്നത്. അത് നിങ്ങൾ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും, കാരണം നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് ഓരോ വാക്കായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. നിങ്ങൾ ഓഡിയോന്റെ കുഴപ്പമായിരിക്കും, ബാക്കിയുള്ളവർ കാര്യം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടായി കേൾക്കും കേട്ടോ. അതിപ്പോ എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആയിരിക്കും എന്റെ കുഴപ്പമെന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് ഓക്കെ ആണ്. അപ്പൊ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ GST രജിസ്ട്രേഷന്റെ കേസിൽ ഈ ഒരു ഏരിയ വേണ്ട. പക്ഷെ ഇതിന്റെ എന്തിനാണ് ഈ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, GST പ്രാക്ടീഷണർ ആയിട്ടാണ് അത് എടുക്കുന്നതെങ്കിൽ, GST പ്രാക്ടീഷണർ ആയിട്ടാണ് നിങ്ങൾ എന്തെടുക്കുന്നത്, രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഡു യു ഹാവ് എനി ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ കോളത്തിന്റെ അത് കൊടുക്കണം. അത് ആരാകുമ്പോൾ അതായത് GST പ്രാക്ടീഷണർ ആവുന്ന കേസിൽ മാത്രമാണ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ കോളം കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ആരാണ്, ഫയൽ ചെയ്യാനുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ആര് ചെയ്യുമ്പോഴാണ്, GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അല്ല വേണ്ടത്, GST പ്രാക്ടീഷണർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അവരെ എന്ത് ചെയ്യുക, പ്രാക്ടീഷണർ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കേണ്ടതാണ് എന്ത്, ഓൾസോ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ ഏരിയ. ആ കോളം നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. Okay, next one, principal place of business. Very important area, principal place of business. Principal place of business. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബിസിനസിന്റെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാനുള്ള ഏരിയ. പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസിനാണ് നമ്മൾ കൊടുത്തത് പാർട്ട്ണർമാരെ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരെ അഡ്രസ്സും കാര്യങ്ങളായിരുന്നു. ഇവിടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബിസിനസിന്റെ അഡ്രസ്സും അതുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള എന്താണ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോളൂ. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അഡ്രസ്. ആരുടെ അഡ്രസ്? നമ്മുടെ കമ്പനിയുടെ അഡ്രസ്. നമ്മുടെ കമ്പനി ഇപ്പൊ ഇന്നലെ ചോദിച്ചു വീട് ആയിട്ട് വെക്കാൻ പറ്റുമോ? വീട് വെച്ച് നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ നമ്മൾ വീടിന്റെ അഡ്രസ് ആണ് അവിടെ കൊടുക്കണ്ടേ. ഏത് പേരിലാണോ GST രജിസ്ട്രേഷൻ എടുക്കുന്നത്, അതായത് നമ്മൾ ബിസിനസ് എവിടെയാണോ അവിടെ ആയിരിക്കുമല്ലോ GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. അത് വീട്ടിലാണ്, വീട്ടിന്റെ അഡ്രസ് കൊടുക്കുന്നു. ഇനി അതല്ല ഒരു റൂമിലാണ്, ആ റൂമിന്റെ അഡ്രസ് കൊടുക്കുന്നു. എവിടെയാണോ നിങ്ങൾ ബിസിനസിന് വേണ്ടി GST എടുക്കുന്നത് ആ ഒരു മുറിയുടെ, ആ ഒരു റൂമിന്റെ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? അഡ്രസ് എന്നെടുത്തത് ഡീറ്റെയിൽസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ അഡ്രസ് എന്നുള്ളടുത്ത് എന്ത് അഡ്രസ് കൊടുക്കുന്നു? ബിൽഡിംഗ്, അത് നമ്മളെ ബിസിനസിന്റെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ബിസിനസ്സിന് എന്തുണ്ടാവും? ആ ഒരു റൂമിന്, അതായത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന റൂമിന് എന്തുണ്ടാവും? ഒരു റൂം നമ്പർ ഉണ്ടാവും. അത് കോർപ്പറേഷനിലാണെങ്കിലും എന്താ പറയാ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ആ റൂമിന് ഒരു നമ്പർ ഉണ്ട്, കെട്ടിട നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ റൂമിന്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ഫ്ലോർ നമ്പർ അടിക്കേണ്ട ആവശ്യമില്ല, മാൻഡേറ്ററി ഫീൽഡ് അല്ല. നെയിം ഓഫ് പ്രമിസസ് ഓഫ് ബിൽഡിംഗ് ഓർ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്? റോഡ് ഓർ സ്ട്രീറ്റ്, ഏത് റോഡിലാണ് ഏത് സ്ട്രീറ്റിലാണ്, മാൻഡേറ്ററി ഫീൽഡ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഏത് റോഡിലാണ് ഏത് സ്ട്രീറ്റിലാണുള്ളത് നമ്മൾ കൊടുത്തു. അടുത്തത് സിറ്റി, ടൗൺ, ലൊക്കാലിറ്റി ഓർ വില്ലേജ്. നമ്മളെ ആ ബിൽഡിംഗ് ഏത് വില്ലേജിലാണ് അല്ലെ ഏത് സിറ്റിയിലാണെന്നാണ് ചോദിക്കുന്നത്. കൊടുത്തു. അടുത്ത എന്താണ്? സ്റ്റേറ്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്ട്, നമ്മുടെ ബിസിനസ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് തുടങ്ങുന്നത്. ചിലപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തേക്ക് നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത് അല്ലെ. പ്രൊമോട്ടർ പാർട്ണർ ഡീറ്റെയിൽസിൽ എറണാകുളത്തേക്ക് അഡ്രസ്സ് കൊടുത്തത്, പക്ഷെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടയത്തോ തിരുവനന്തപുരത്തായിരിക്കും. അപ്പോൾ എവിടെയാണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസിന്റെ എന്താണ് കൊടുക്കേണ്ടത്? ബിസിനസിന്റെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കൊടുത്തു. നെക്സ്റ്റ് പിൻകോഡ്, ആ ബിസിനസ് സിറ്റുവേറ്റ് ചെയ്യുന്ന പിൻകോഡ് ഏതാണോ ആ പിൻകോഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിംഗ് നമ്പർ കൊടുത്തു, അല്ലെ കെട്ടിട നമ്പർ കൊടുത്തു. നെക്സ്റ്റ് റോഡ് ഓർ സ്ട്രീറ്റ് കൊടുത്തു, സിറ്റി, ടൗൺ ഓർ ലൊക്കാലിറ്റി ഓർ വില്ലേജ് കൊടുത്തു, ഡിസ്ട്രിക്ട് കൊടുത്തു, പിൻകോഡ് കൊടുത്തു. പിന്നെ എന്താ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഉണ്ട്. അത് രണ്ടും നമുക്ക് ആവശ്യമില്ല, കാരണം മാൻഡേറ്ററി ഫീൽഡ് അല്ല, അത് നിങ്ങൾ നോക്കുക വേണ്ട. അത്രയും ഏരിയ ഓക്കെയാണ്, കാരണം നമ്മൾ പ്രൊമോട്ടർ ഓഫ് പാർട്ണർ ഏരിയയിൽ പറഞ്ഞതാണ്. ഇനിയുള്ള ഏരിയ എന്ന് വെച്ചാൽ GSTയുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏരിയ ആണ്. അതായത് നിങ്ങൾ ഏത് സർക്കിളിൽ വരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. അതറിയാനൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഏത് സർക്കിളിലാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെൻട്രൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഏത് സമയവും അവൈലബിൾ ആവണമെന്നില്ല. ഞാൻ ആദ്യമേ GSTയുടെ സൈറ്റ് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? നിങ്ങൾ അല്ലെങ്കിൽ ഒന്നുമില്ല, ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാത്തിനും ഗൂഗിൾ ഉണ്ട്. അപ്പൊ ഗൂഗിളിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാലിക്കറ്റ് ടൗണിലുള്ള ഒരാളാണ്, നിങ്ങൾ ഏത് സർക്കിളിലാണ് GSTയുടെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പഞ്ചായത്ത് എടുത്ത പഞ്ചായത്തിൽ ഒരു വാർഡ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഒരു കോർപ്പറേഷൻ എടുത്താൽ കോർപ്പറേറ്റിൽ ഒരു കൗൺസിൽ ഉണ്ടാവും, അതിലൊരു വാർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും? ഒരു GSTയുടെ ഒരു ഓഫീസിനടിയിൽ കുറെ വാർഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ സർക്കിളുകൾ ഉണ്ടാവും. അത് ഏത് സർക്കിളിലാണ് നമ്മളെ ബിസിനസ് വരുന്നത് അത് നമുക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഏത് സമയം ഓപ്പൺ ആവണമെന്നില്ല. ഒരു 30% അത് ഓപ്പൺ ആവാൻ ചാൻസ് ഉള്ളൂ, ബാക്കി 70% ഫെയിൽ ആണ്. അപ്പൊ നമുക്ക് അത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഏരിയയിൽ വരുന്ന GST ഡിപ്പാർട്ട്മെന്റ് നമ്പർ കിട്ടും. ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? കോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ ഏത് സർക്കിളിലാണ്. അത് നമുക്ക് വിളിച്ചു ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് GST ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നത് എന്ത്? അവരെ വിളിച്ചു ചോദിക്കാന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ത് ചെയ്യുക? അവരെ വിളിച്ചിട്ട് നമ്മൾ ഏത് സർക്കിളിലാണ്, എന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ സർക്കിൾ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സർക്കിൾ ഏതാണ്. ഇന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് സെർച്ച് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ കണ്ടോ, AITNCT ഓഫീസ് KKD കോഴിക്കോടാണ്. അതേപോലെ തന്നെ കോഴിക്കോട് തന്നെ കുറെ ഏരിയസ് ഇങ്ങനെ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ കോഴിക്കോട് വീണ്ടും വരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറേറ്റ് അസിസ്റ്റ്മെന്റ് എന്താ പറയാ 1 കോഴിക്കോട് 2 കോഴിക്കോട്, അങ്ങനെ അവർ നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാണ് നമ്മൾ എന്നല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എന്താ പറയാ കോട്ടക്കലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ്, ഇതാ കോട്ടക്കൽ ആകെ 1 വരുന്നുള്ളൂ. അതേപോലെ പേരാമ്പ്രയാണെങ്കിൽ നമുക്ക് 1 വരുന്നുള്ളൂ. അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ടൗൺ ഏരിയയിലൊക്കെയാണ്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് കുറെ അടുപ്പിച്ച് ഓഫീസുകൾ ഉണ്ടാവും. ഇനിയിപ്പോ അങ്ങനത്തെ മെയിൻ സിറ്റികളിലാണെങ്കിൽ കുറെ ഓഫീസുകൾ വരുന്നുണ്ടാവും. അല്ലാതെ ഉള്ള എന്താ പറയാ നമ്മള് അർബൻ ഏരിയ അല്ല റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ ആകെ ഒരു ഓഫീസ് ഉണ്ടാവും. ആ ഒരു ഓഫീസ് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ എന്റെ നാട് കൊയിലാണ്ടിയാണ്, കോഴിക്കോട് കൊയിലാണ്ടിയാണ്. അപ്പൊ എനിക്ക് എന്താ പെട്ടെന്ന് ഇവിടെ കിട്ടും. ഇവിടെ ആകെ ഒരു കൊയിലാണ്ടി ഉണ്ടാവും, കേരളത്തിൽ ആകെ ഒരു കൊയിലാണ്ടി ഉള്ളു. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും? എവിടെ കൊയിലാണ്ടി എവിടെ? ഇതാ കൊയിലാണ്ടി ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്കത് പെട്ടെന്ന് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസ് കൊയിലാണ്ടി, എനിക്കത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ല, ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങളുടെ സ്ഥലം അതിൻ്റെ അകത്ത് ഉണ്ടോന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് GST ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു നോക്കിയാൽ മതി.
അപ്പോൾ സെക്ടർ, സർക്കിൾ, വാർഡ്, ചാർജ് ഓർ യൂണിറ്റ് എന്നുള്ളടുത്ത് നമ്മളെ സെക്ടർ ഏതാണ് അല്ലെങ്കിൽ നമ്മളെ വാർഡ് ഏതാണെന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളെ കമ്മീഷൻ റേറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുത്ത വാർഡിനനുസരിച്ചായിരിക്കും നമ്മളെ കമ്മീഷൻ റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇത് കൊയിലാണ്ടി എന്ന് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള കമ്മീഷൻ റേറ്റിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി നമ്മൾ കൊടുത്ത കൊണ്ടോട്ടി ആണെങ്കിൽ അതെന്ത് വരും, അത് കോഴിക്കോടിന്റെ അണ്ടറിലായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവും കൊണ്ടോട്ടിയുള്ളത്. ഇനി നമ്മൾ കൊടുത്ത തൃശ്ശൂരാണ് എന്തായിരിക്കും, തൃശ്ശൂരുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കമ്മീഷൻ റേറ്റ് വരുന്നത് തൃശ്ശൂരായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി എവിടെയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത വാർഡ് ഓർ സർക്കിളിനനുസരിച്ചിരിക്കും. അതിനനുസരിച്ചാണ് മുകളിൽ കൊടുക്കുന്ന വാർഡ് ഓർ സർക്കിളിനനുസരിച്ചായിരിക്കും കമ്മീഷൻ റേറ്റും ഡിവിഷനും റേഞ്ചും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്തെടുത്തു, കമ്മീഷൻ റേറ്റ് കൊടുത്തു. അടുത്ത റേഞ്ചിൽ നിന്ന് എടുത്ത് ഓട്ടോമാറ്റിക് ആയിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്ന റൂറൽ ആണ്. അപ്പൊ കോഴിക്കോട് റൂറൽ ഡിവിഷനിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഡിവിഷൻ അടിച്ചു നമ്മൾ. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആകെ 1-2 ഓപ്ഷൻ മാത്രമേ വരും, നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അടുത്ത റേഞ്ച് ആണ്. റേഞ്ച് ഏതാണ്, കൊയിലാണ്ടി റേഞ്ച് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സെക്ടർ, സർക്കിൾ ഓർ വാർഡ് എന്ന് പറഞ്ഞ ഏരിയക്ക് അനുസരിച്ച് ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി ആകെ ഒരു ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാനുണ്ടാവും. സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി അവിടെ വന്നാലും നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് ഏരിയ ആണോ അത് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സർക്കിൾ ഓർ വാർഡിനനുസരിച്ചായിരിക്കും കമ്മീഷൻ റേറ്റ്, ഡിവിഷൻ, റേഞ്ച് പോലുള്ള കാര്യങ്ങൾ. അത്രയും ഓക്കെ. പിന്നെ നമ്മൾ വരുന്നത് കോണ്ടാക്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് വരുന്നു. ഇവിടെയുള്ള കോണ്ടാക്ട് ഇൻഫർമേഷൻ ആയിരിക്കും GST ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഇൻഫർമേഷന് നമ്മളെ വിളിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട നമ്പറും മെയിൽ ഐ ഡി ആണത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ GST നമ്മളാണ് ഫയൽ ചെയ്യുന്നത്. ഏത് സമയം MD നെ വിളിച്ചാൽ കിട്ടില്ല എന്ന് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, MDയുടെ മെയിൽ ഐ ഡിയും നമ്മളെ മൊബൈൽ നമ്പറും വേണമെങ്കിൽ കൊടുക്കുക. കാരണം എന്താണ്, OTP വരിക രണ്ടും സെയിം ആണല്ലോ. അപ്പൊ MDയുടെ മെയിലിലേക്കും വരും, നമ്മളെ മൊബൈലിലേക്കും വന്നു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അയാളെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേണമെങ്കിൽ മാറ്റി കൊടുക്കും. ഇനി അതല്ല, കമ്പനിയുടെ തന്നെ കൊടുക്കണം നിർബന്ധമാണ്, എന്ത് ചെയ്യുക, ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പനീന്റെ കൊടുത്തിട്ടുണ്ട്. ഇനി OTPയും കാര്യങ്ങളും വരേണ്ട മെയിൽ ഐ ഡി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് കോൺടാക്ട് ഇൻഫർമേഷൻ, നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ. ഓക്കെ, അത് മാൻഡേറ്ററി ഫീൽഡ് അല്ല. കാരണം എന്താണ്, ഈ ഏരിയ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫില്ല് ചെയ്തതാണ്, മാൻഡേറ്ററി ഫീൽഡ് അല്ല. അപ്പൊ ആ ഒരു ഏരിയയും കഴിഞ്ഞു. അടുത്തതാണ് നേച്ചർ ഓഫ് പ്രെമിസസ്, പൊസിഷൻ ഓഫ് പ്രെമിസസ്. നേച്ചർ ഓഫ് പൊസിഷൻ ഓഫ് പ്രെമിസസ് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് റെന്റിനാണോ, ലീസിനാണോ, സ്വന്തമാണോ, അതല്ല ഷെയർഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്, നമ്മളെ റൂം, നമ്മളെ കെട്ടിടം എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ളതാണോ, അതോ എന്താണ് റെന്റലിനുള്ളതാണോ, ഷെയർഡ് ആണോ, ലീസിനുള്ളതാണോ, അങ്ങനെ ഏത് ഏരിയയിലാണ് നമ്മുടെ ഒരു, അതായത് സ്വന്തമാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം, അതിനനുസരിച്ചുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഇന്നലെ ആലോചിച്ചു വീട്ടിന്റെ അഡ്രസ്സ് കാണിക്കാൻ പറ്റുന്നത്, വീട്ടിന്റെ അഡ്രസ്സിലാണ് വീട് നമ്മളെയാണെന്നുള്ള ഡോക്യുമെന്റ് കാണിക്കണം. റെന്റലാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം, റെന്റലാണെങ്കിൽ റെന്റ് അഗ്രിമെന്റ് കാണിക്കണം. സ്വന്തമാണെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി, നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലോ ടാക്സ് റെസിപ്റ്റോ കാണിച്ചാൽ മതി. ഇനി അതല്ല ലീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഈ പറയുന്ന റെന്റ് അഗ്രിമെന്റോ അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ് ആണ് റെന്റ് അഗ്രിമെന്റ്. അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി ടാക്സ് റെസിപ്റ്റ്. ഏറ്റവും നല്ല എന്താണ്, വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ടാക്സ് റെസിപ്റ്റ് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കാണിക്കുന്നത് റെന്റ് അഗ്രിമെന്റ് ആണെന്ന്. റെന്റ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 8-9 പേജ് എന്തായാലും ഉണ്ടാവും. GST ഡിപ്പാർട്ട്മെന്റ് ഫുൾ ആയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുന്നില്ല. അവർക്ക് വേണ്ട കാര്യം അവർ കണ്ടിട്ടില്ല, ഒറ്റ നോട്ടത്തിൽ അവർ വായിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ റിജക്ട് ചെയ്യും. അതായത് പെൻഡിങ്ങിൽ ഇടും. പെൻഡിങ്ങിൽ ഇട്ടിട്ട് ഇന്നതാണ് പ്രോബ്ലം എന്ന് പറയും. അപ്പൊ അത് അതിൻ്റെ അകത്ത് ഉണ്ടാവും, പക്ഷെ അവരത് വായിച്ചിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ടാക്സ് റെസിപ്റ്റ് ആയ ആകെ ഒരു കഷ്ണം പേപ്പർ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ആണ് ആകെ ഒരു കഷ്ണം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താവാ, രജിസ്ട്രേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അനുഭവം ഗുരു എന്ന് പറയാം. ഓക്കെ, എനിക്ക് അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റെന്റിൽ കൊടുക്കും അവരെന്താ ഫസ്റ്റ് ഒക്കെ ടൈമിലൊക്കെ ആകുമ്പോൾ അവർ റിജക്ട് ചെയ്യും. റിജക്ട് എന്ന് വെച്ചാൽ ഇന്ന ഇഷ്യൂ കാരണം, അതായത് അവരുടെ റൂം നമ്പറും കാര്യങ്ങളും റെന്റ് അഗ്രിമെന്റ് കാണുന്നില്ല അറിയോ. പക്ഷേ റെന്റ് അഗ്രിമെന്റ് ഏറ്റവും താഴെ അതുണ്ടാവും, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അന്നേരം നമ്മളോട് പറയും ലേറ്റസ്റ്റ് ടാക്സ് റെസിപ്റ്റ് കൊടുക്കാൻ, നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യുക, നമ്മൾ ഓൺഡ് ആണോ, അപ്പോൾ നേച്ചർ ഓഫ് പൊസിഷൻ ഓഫ് പ്രമിസസ് എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് സ്വന്തമാണോ, ലീസിനാണോ, റെന്റലിനാണോ എന്നുള്ളത് കൊടുക്കുന്നു. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, റെന്റൽ കൊടുക്കുന്നു. അടുത്തത് നിങ്ങൾ കൊടുത്ത എന്ത് നെക്സ്റ്റ് വൺ ഡോക്യുമെന്റ് അപ്ലോഡ് ആണ്, പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അതായത് നിങ്ങൾ റെന്റലാണ് കൊടുത്തത്, അതിനുള്ള ഡോക്യുമെന്റ് പഠിച്ചല്ലോ. നമ്മൾ എന്തൊക്കെയാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഡോക്യുമെന്റ് എന്ന് പഠിച്ചു. അതിൽ ഞാൻ ഇപ്പം പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ടല്ലോ. അതായത് നമുക്ക് വെക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബിസിനസ്, നമ്മുടെ കെട്ടിടത്തിന് വെക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് റെന്റ് അഗ്രിമെന്റ് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കാം, നമ്മളെ നികുതി അടച്ചിട്ട് ടാക്സ് റെസിപ്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, NOC പോലുള്ള സാധനങ്ങൾ കാണിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കാം, അതിനൊന്നും റിസ്ക് എടുക്കാതെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കാണിക്കാം. അപ്പൊ നമ്മൾ എന്ത് പ്രൂഫ് ആണോ കാണിക്കുന്നത് അവിടെ കാണിക്കാം. ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇലക്ട്രിസിറ്റി ബില്ല്, ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് അതാണെങ്കിൽ അത്, ഇനി അതല്ല മുനിസിപ്പൽ കർത്ത കോപ്പി ആണെങ്കിൽ അത്, പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ് ആണെങ്കിൽ അത്, റെന്റ് ഓർ ലീസ് അഗ്രിമെന്റ് ആണെങ്കിൽ അത്, ഇനി NOC ആണെങ്കിൽ NOC. മ്യൂട്ട് ചെയ്തേ, ആരാണ്? നിത്യ സുരേഷ് മ്യൂട്ട് ചെയ്തേ. അപ്പൊ നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഡോക്യുമെന്റിന്റെ പേര്, ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്താണ്, റെന്റ് അഗ്രിമെന്റ് ആണ് നോക്കുക, ഞാൻ റെന്റ് അഗ്രിമെന്റ് കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, റെന്റ് അഗ്രിമെന്റ് PDF. നമ്മൾ കൊടുക്കുന്ന പ്രൂഫിനനുസരിച്ചിരിക്കും ഇവിടെ പറയുന്ന JPG ആണോ സൈസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ റെന്റ് അഗ്രിമെന്റ് കൊടുത്തുതരാം, അതെന്താണ് PDF ഫോർമാറ്റ് അല്ലെ JPG ഫോർമാറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ 1.95 MB വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സൈസ് പറ്റും. ഞാൻ ഇവിടെ കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ലാണ്, എന്താ ഇലക്ട്രിസിറ്റി ബില്ല് PDF ഓർ JPG ഫോർമാറ്റിലാക്കാം, പക്ഷെ അതിന്റെ സൈസ് എത്രയാണ്, 100 KB ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് അതിന്റെ KB-യും വ്യത്യാസം വരും. അപ്പൊ ആ KB-നുള്ളിലായിരിക്കണം എന്ത് നിങ്ങൾ കൊടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കാണിച്ചു, റെന്റ് അഗ്രിമെന്റ് കാണിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫയൽ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നേച്ചർ ഓഫ് പ്രൊമിസസ് ഓഫ് ബിസിനസ്സിൽ നമ്മളെ ബിസിനസ് ഏതാണെന്നുള്ളത് കൊടുത്തു, അതിനുള്ള ഡോക്യുമെന്റ് പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണെന്നുള്ളത് കൊടുത്തു. ആ ഡോക്യുമെന്റ് നമ്മൾ സെലക്ട് ചെയ്തു, ചൂസ് ഫയൽ കൊടുത്ത് ഡോക്യുമെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നമ്മളോട് ചോദിക്കും, കഴിഞ്ഞിട്ടില്ല, വീണ്ടും നമ്മളോട് ചോദിക്കും എന്ത്, നമ്മൾ റെന്റ് അഗ്രിമെന്റ് മാത്രമാണ് കൊടുത്തത്. അപ്പൊ നമ്മളോട് വീണ്ടും ചോദിക്കും വേറെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കൂടെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റെന്റ് അഗ്രിമെന്റ് കൊടുക്കുന്നതിന് പകരം അവർ റിജക്ട് ചെയ്യാതിരിക്കാൻ റെന്റ് അഗ്രിമെന്റ് വെക്കുന്നു, ടാക്സ് റെസിപ്റ്റും വെക്കുകയാണ്. എന്താ, നമ്മളെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 ഡോക്യുമെന്റ് വെക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ റെന്റ് അഗ്രിമെന്റ് വെച്ചു അവർക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, നികുതി അടച്ച ഈ വർഷത്തെ നികുതി അടച്ച ഷീറ്റും വെക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് ഒന്ന് റിജക്ട് ചെയ്താൽ മറ്റേത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡോക്യുമെന്റ് കാണിക്കുന്നു. അതും നമ്മൾ എന്ത് ചെയ്യുക, അത് 100 KB താഴെയാണ്. ചൂസ് ഫയൽ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചൂസ് ഫയലുള്ള സാധനം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ, അതും അപ്ലോഡ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 ഡോക്യുമെന്റ്, അത് റെന്റൽ എന്ന് പറയുന്ന രീതിയിൽ അല്ലെ ഓണ്ട് ആണ് ഓണ്ട്. അപ്പൊ നമ്മൾ 2 ഡോക്യുമെന്റ് എങ്കിലും അപ്ലോഡ് ചെയ്യുക. അത് സെയിം അപ്ലോഡ് ചെയ്യുന്നതിൽ നല്ല വ്യത്യസ്തമായ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഈ പണി കിട്ടും, നെക്സ്റ്റ് പണി ഒഴിഞ്ഞു കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്, നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ബീയിങ് ക്യാരിഡ് ഔട്ട് അബവ് മെൻഷൻഡ് ഇൻ പ്രമിസസ് എന്ന് വെച്ചാൽ, മുകളിൽ പറഞ്ഞ ബിസിനസിന്റെ നമ്മുടെ എന്ത് ആക്ടിവിറ്റി ആണോ നമ്മളെ ബിസിനസ്സിൽ നടത്തുന്നത്, അതായത് നമ്മൾ മുകളിൽ കൊടുത്ത കെട്ടിടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കമ്പനിയിൽ നമ്മൾ എന്ത് ബിസിനസ് ആണോ നടത്തുന്നത്, റീറ്റെയിൽ ബിസിനസ് ആണോ, ഹോൾസെയിൽ ബിസിനസ് ആണോ, ഇനി അതല്ല നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഓഫീസായിട്ടാണോ, വെയർ ഹൗസ് ആണോ, ഇനി അതല്ല നമ്മൾ ചെയ്യുന്ന എന്താണ്, വർക്ക് കോൺട്രാക്ട് ആണോ, ഇനിയാണോ, ഇനി നമ്മൾ ലീസിന് കൊടുക്കുന്ന ബിസിനസ് ആണോ, ഫാക്ടറി ഓർ മാനുഫാക്ചറിങ് ആണോ, ഏത് കാറ്റഗറിയിലുള്ളതാണോ എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നു. ഹോൾസെയിൽ ബിസിനസ് ആണെങ്കിൽ ഹോൾസെയിൽ ബിസിനസ് കൊടുക്കുക, റീറ്റെയിൽ ബിസിനസ് ആണെങ്കിൽ റീറ്റെയിൽ ബിസിനസ് കൊടുക്കുക, ഇനി ഹോൾസെയിൽ റീറ്റെയിൽ കൂടിയാണ് എന്താ ഹോൾസെയിൽ ബിസിനസ് കൊടുക്കുക, ഇനി അതല്ല മാനുഫാക്ചറിങ് ആണെങ്കിൽ മാനുഫാക്ചറിങ് കൊടുക്കുക, വെയർ ഹൗസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയർ ഹൗസ് ആയിട്ടാണ് നമ്മുടെ ഒരു വെയർ ഹൗസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയർ ഹൗസ് കൊടുക്കുന്നു. അങ്ങനെ ഏതാണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ നമ്മൾ നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ബീയിങ് ക്യാരിഡ് ഔട്ട് അറ്റ് എബവ് മെൻഷൻഡ് ഇൻ പ്രമിസസ് എന്നുള്ളത് നമ്മൾ ഏത് രീതിയിലുള്ള ബിസിനസ് ആണ് നടത്തുന്നതെല്ലാം കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത്രയാണ് നമ്മളെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ഏരിയയിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഏരിയയാണ് ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമുക്ക് ബ്രാഞ്ചുകളോ അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഗോഡൌണുകളോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ, ഗോഡൌണോ അതേപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകളോ മറ്റോ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും, അതായത് നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് കൊടുത്ത അതേ ഡീറ്റെയിൽസ് തന്നെ വീണ്ടും കൊടുക്കേണ്ടി വരും. എന്ത്, ആ ബിൽഡിങ്ങിന്റെ അഡ്രസ്സ്, അതേപോലെ തന്നെ ആ ബിൽഡിംഗ് ഏത് സ്ഥലത്താണ്, ആ ബിൽഡിങ്ങിന്റെ ഡിസ്ട്രിക്ട് പിൻകോഡ്, അതേപോലെ തന്നെ എന്താണ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ, ആ ബിൽഡിങ്ങിന്റെ
എന്താണ് അത് ഗോഡൗൺ ആണോ റെന്റ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുള്ള ഡോക്യുമെന്റും കാര്യങ്ങളും അത് വെയർ ഹൗസ് ആണ് വെയർ ഹൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു. സെയിം തന്നെയാണ്. അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് കൊടുത്ത ഡീറ്റെയിൽസ് തന്നെയാണ്. അത് എക്സ്ട്രാ ഗോഡൗണുകളോ അഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് യെസ് ആക്കുക. ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കുറെ നേരം ഒന്നും ചെയ്യാതെ നിന്നിട്ട് അത് കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ TRN നമ്പർ ഉണ്ട്. TRN നമ്പർ ഉണ്ട്, നമുക്കൊന്നും ചെയ്യാം. TRN നമ്പറിന് നിങ്ങൾക്ക് എപ്പോൾ കട്ടായി പോയാലും ആ TRN നമ്പർ അടിച്ചു കൊടുത്താൽ കേട്ടോ. TRN നമ്പർ 15 ദിവസം വരെ വാലിഡ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, 15 ദിവസം വരെ വാലിഡ് ആണ് TRN നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ TRN നമ്പർ അടിച്ചു കൊടുക്കുന്നു. പാർട്ടി ബി അല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ TRN നമ്പർ ഉണ്ടോ, ആ TRN നമ്പർ അടിച്ചു കൊടുക്കുന്നു. നമ്മളെ മെസ്സേജ് വന്നിട്ടുണ്ടാവും TRN നമ്പർ. നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തല്ല, അത് എന്താ ചെയ്യുക, നമ്മൾ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന നമ്പറിന്റെ അകത്തേക്ക് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ TRN നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ബാക്കി ചെയ്യാം. എപ്പോൾ കട്ടായി പോയാലും പ്രശ്നമൊന്നുമില്ല, അയ്യോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, 72416 TRN 358 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്താൽ മതി. OTP വരാൻ കുറച്ച് ടൈം എടുക്കും, നോക്കാം നമുക്ക്. ആ വന്നു. 380. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ച കോളംസ് ഒന്നും പോയിട്ടുണ്ടാവില്ല. നമ്മൾ എഴുതി ലാസ്റ്റത്തെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലാണ് വന്ന് നിൽക്കുന്നത് അല്ലേ. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അത്രയും നമ്മൾ അടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് സേവ് ചെയ്യാൻ വിട്ടുപോയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള നമ്പർ കാണിക്കുന്നു. 145 ഓഡോ സ്ട്രീറ്റ് കാണിച്ചു. സിറ്റി കാണിച്ചു. ഡിസ്ട്രിക്റ്റ് കാണിക്കുക. പിൻകോഡ് കാണിക്കുക. സെക്ടർ ഓർ സർക്കിൾ വാർഡ് എന്നുള്ള ഏരിയ നമ്മൾ കാണിക്കുന്നു. നമ്മുടെ ഏരിയ ഏതാന്നുള്ള അനുസരിച്ച് നമ്മൾ കാണിക്കുന്നു. കമ്മീഷണറേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും, നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഡിവിഷൻ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. റേഞ്ച് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേച്ചർ ഓഫ് പ്രൊമിസസ് ഓഫ് ബിസിനസ് കൊടുക്കുന്നു. പിന്നെ അതിനുള്ള പ്രൂഫും എന്താണോ പ്രൂഫ് എന്ന് വെച്ചാൽ പ്രൂഫ് സെലക്ട് ചെയ്യുന്നു. ചൂസ് ഫയൽ കൊടുത്ത് പ്രൂഫ് സെലക്ട് ചെയ്യുന്നു. പറഞ്ഞ കാര്യം തന്നെയാണ്, ഓടിച്ച് പോവാണ്. കട്ടായി പോയതിൻ്റെ ഒന്നും കൂടി പറയാണ്. ഓക്കെ, സെലക്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ഡോക്യുമെന്റ് വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഡോക്യുമെന്റും കൂടി അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബിസിനസ് ഏതാണ്, ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അത് യെസ് ആക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമുക്ക് 79% 96% മതി. ഇനി വെറും 4% മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നോക്കുക, എന്താണ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യെസ് ആക്കി കൊടുത്താൽ മാത്രമേ ഈ ഒരു കോളം വരൂ. അപ്പോൾ എത്ര അഡീഷണൽ പ്ലേസ് ഉണ്ടോ എത്ര വേണേൽ നമുക്ക് കാണിക്കാം. അതായത് ഒരു ഗോഡൗൺ ഉണ്ട്, 2 ഗോഡൗൺ ഉണ്ട്, ഒരു അതേപോലെ തന്നെ ഒരു എന്താണ് പറയുന്നത് ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3ഉം കാണിക്കാം. ഇവിടെ ആഡിനു കൊടുത്താൽ മതി. നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ അടിച്ച് അതേപോലെ തന്നെയാണ് അടിക്കേണ്ടത്. വീണ്ടും പറയുന്നില്ല. ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അത് ആഡിനു കൊടുത്ത് അടുത്ത് കാണിക്കുക. സേവ് ചെയ്തതിനു ശേഷം ആഡിനു 1 by 1 ആയിട്ട് കാണിക്കുക. ഓക്കെ, ക്ലിയർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക, ഇല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് നമ്മളെ ബിസിനസ്സിൽ ഹാൻഡിൽ ചെയ്യുന്ന ഗുഡ്സിന്റെയും അല്ലെങ്കിൽ സർവീസിന്റെയോ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഏരിയയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മാക്സിമം നമ്മുടെ കമ്പനിയിൽ ഹാൻഡിൽ ചെയ്യുന്ന മേജർ പോർഷൻസിലെ 5 മെജോറിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ മാക്സിമം 5 ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാൻ പറ്റൂ. അതേപോലെ തന്നെ അല്ലെങ്കിൽ 5 സർവീസിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരെയും മനസ്സിലൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. നമ്മളൊരു ഹോം അപ്ലയൻസ് ഫേം ആണ്, അവിടെ TV ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും, ഓവൻ ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും, ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ, ഫാൻ ഉണ്ടാവും,
അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും 5 ഗുഡ്സുകൾ മാത്രമേ ഇവിടെ കാണിക്കാൻ പറ്റൂ. എല്ലാം കാണിക്കാൻ പറ്റില്ല. ഏതെങ്കിലും 5 വ്യത്യസ്തങ്ങളായ ഗുഡ്സുകൾ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും മെജോറിറ്റി നമ്മളെ കമ്പനിയിൽ സെയിൽ ആവുന്നു പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും 5 ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണിക്കേണ്ടത്. 5 എണ്ണം കാണിച്ചാൽ മതി, എല്ലാം കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും സെയിൽ ചെയ്യാം. പക്ഷെ എന്താണ്, നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിൽ വെറും 5 ഗുഡ്സ് കാണിച്ചാൽ മതി. മാക്സിമം 5 ഗുഡ്സിന്റെ ഡീറ്റെയിൽസ്. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ, ഒരു സ്റ്റേഷനറിയിലൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ 5 അല്ല 500 ഗുഡ്സുകൾ ഉണ്ടാവും. പക്ഷെ 5 എണ്ണം കാണിച്ചാൽ മതി. ഏതെങ്കിലും 5 എണ്ണം കാണിച്ചാൽ മതി. പിന്നെ ഒരു സർവീസ് ഫേം ആണെങ്കിൽ 5 സർവീസുകൾ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പം മാക്സിമം 5 ഗുഡ്സ് അല്ലെങ്കിൽ 5 സർവീസസിന്റെ ഡീറ്റെയിൽസ് മാത്രം കാണിച്ചാൽ മതി. പ്ലീസ് സ്പെസിഫൈ ടോപ്പ് 5 കമോഡിറ്റീസ്. 5 കമോഡിറ്റീസ് മാത്രമേ കാണിക്കാൻ പറ്റൂ. ഓക്കെ, അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എവിടെ ആഡ് ചെയ്യുമെന്ന് ചോദിക്കേണ്ട. 5 എണ്ണം മാത്രം കാണിച്ചാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആ 5 എണ്ണം മാത്രമല്ല സെയിൽ ചെയ്യാൻ പറ്റുക. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാനും കമ്പനി സൂക്ഷിക്കാനും പറ്റും. പക്ഷെ 5 എണ്ണത്തിന്റെ ഡീറ്റെയിൽസ് മാത്രം രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കണം. ഓരോ ഗുഡ്സിനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ഗുഡ്സും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്, HSN കോഡ് എന്ന് പറയുന്നത്. അവിടെ കാണാൻ പറ്റും, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതൊരു കോഡിനെയും, അതായത് ഫോർ എക്സാമ്പിൾ പപ്പടം എന്ന് പറയുന്ന സാധനം, പപ്പടം എല്ലാവർക്കും അറിയാവുന്ന സാധനം. പപ്പടം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഇംഗ്ലീഷും പപ്പടമാണ്. ഈ പപ്പടം എന്ന് പറയുന്ന സാധനം ഒരു പാക്കറ്റിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗൾഫിലെത്തിയരം അവിടുന്ന് ചെക്കിങ്ങിൽ വന്നു, ഇത് എന്താ സാധനം എന്ന് വെച്ചാൽ നമ്മൾ പപ്പടം എന്ന് അറിയും. അവർക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ അറിയണ്ടാവില്ല എന്ന് വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ബാർകോഡ് പോലെ ഒരു പ്രൊഡക്റ്റിന് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ, ഫുൾ ഫോം എഴുതി വെച്ചോളൂ. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ, അതാണ് HSN ഫുൾ ഫോം. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ HSN ഫുൾ ഫോം ആണ്. ഒരു ഗുഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കോഡാണ്. 8 അക്ക ഡിജിറ്റ്സ് ഉള്ള ഒരു കോഡാണ്. ആ കോഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ GSTR 1 പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ്. ഒരു HSN കോഡ്, അതായത് GSTR 1ന്റെ ക്ലാസ്സിൽ ആ കോഡ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുക എന്നുള്ളതും എത്ര അക്കം കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും. ഇപ്പൊ എന്താണ്, ആ HSN കോഡിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചാൽ മതി, എന്താണ് മീനിങ് എന്നുള്ളത്. ഒരു ഗുഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കോഡാണ് HSN കോഡ് എന്ന് പറയുന്നത്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ. പക്ഷെ സർവീസ് കൺസേൺ ആണ്, അവിടെ ഗുഡ്സ് അല്ല, സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡ് ഉണ്ട്. അതിനെ പറയുന്നതാണ് SAC, സർവീസ് അക്കൗണ്ടിങ് കോഡ് കേട്ടോ. സർവീസ് അക്കൗണ്ടിങ് കോഡ് SAC കേട്ടോ. സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കോഡിനെ പറയുന്നതാണ് സർവീസ് അക്കൗണ്ടിങ് കോഡ് SAC. ഗുഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കോഡിനെ പറയുന്നതാണ് HSN കോഡ്. ഈ ഗുഡ്സിനെയും സർവീസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കോഡ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. GST തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, GST റേറ്റ് ഫൈൻഡർ. ഓറഞ്ച് കളറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇനി അതല്ല ഗൂഗിളിൽ ഫോർ എക്സാമ്പിൾ ടെലിവിഷൻ ആണെങ്കിൽ ടെലിവിഷൻ HSN കോഡ് എന്ന് വെച്ചാൽ ടെലിവിഷന്റെ HSN കോഡ് വരുന്നതാണ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് HSN കോഡ് ഉണ്ട്. അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഏത് പ്രൊഡക്റ്റിനാണ്, നമ്മൾ തക്കാളി എടുത്തു കഴിഞ്ഞാലും, അതായത് എയറോപ്ലെയിൻ എടുത്തു കഴിഞ്ഞാലും, TV എടുത്തു കഴിഞ്ഞാലും, മുട്ടുസൂചി എടുത്താലും, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനൊരു HSN കോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു HSN കോഡ് അടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെർച്ച് HSN ചാപ്റ്റർ ബൈ നെയിം ആൻഡ് കോഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റിന്റെ പേരല്ല അടിച്ചു കൊടുക്കേണ്ടത്, HSN കോഡാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ HSN കോഡ് അടിച്ചു കഴിഞ്ഞാൽ HSN കോഡിൽ അടിയിലുള്ള പ്രൊഡക്റ്റ് വരും. HSN കോഡ് ഗൂഗിളിന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, GST റേറ്റ് ഫൈൻഡർ എന്ന ആപ്ലിക്കേഷന് കിട്ടാം. ഓക്കെ, റേറ്റ് ഫൈൻഡർ ഡൗൺലോഡ് ചെയ്യുന്നവരെ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 8528 അടിച്ചു കഴിഞ്ഞാൽ 8528 എന്ന് പറയുന്ന HSN കോഡിൽ വരുന്ന ഐറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. നോക്കിയേ, 8528 വരുന്നത് മോണിറ്റർ ആൻഡ് പ്രൊജക്ടർ. മോണിറ്ററും പ്രൊജക്ടറും ടെലിവിഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, HSN കോഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് എന്തുണ്ട് ഒരു HSN കോഡിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഒരു HSN കോഡ് അടിച്ചു കഴിഞ്ഞാൽ TV വരുന്നു, പ്രൊജക്ടർ വരുന്നുണ്ട്, മോണിറ്റർ വരുന്നുണ്ട്, വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്, അങ്ങനത്തെ കുറെ ബ്രോഡ്കാസ്റ്റ് വരുന്നുണ്ട്, റേഡിയോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്, 8528 എന്ന് പറയുക. ഒരു HSN കോഡ് അടിച്ചു കഴിഞ്ഞാൽ കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ മാക്സിമം 5 കമോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ 5 HSN കോഡിലെ കമോഡിറ്റീസ് ആണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു HSN കോഡ് അടിച്ചു, അടുത്ത കയറി. ഇനി വീണ്ടും വേണം, അടുത്ത വേണമല്ലോ. അപ്പൊ വീണ്ടും HSN കോഡ് വരണേ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത HSN കോഡ് അടിക്കുന്നു. അടുത്ത പ്രൊഡക്റ്റ് ഏതാണ്, 8528 അല്ലേ പഠിച്ചത്. അടുത്ത ഞാൻ അടിക്കുന്നു 8525 അടിച്ചു. സോറി, HSN കോഡ് തെറ്റി, 8525 അടിച്ചു. 8525 അടിച്ചാൽ വീണ്ടും വരുന്നുണ്ട് ടെലിവിഷൻ. നേരത്തെ മോണിറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോഴത്തെ ഞാൻ എന്തടിക്കുന്നു, 8525 അടിച്ചു കഴിഞ്ഞാൽ ടെലിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാൻസ്ഫോമർ, റേഡിയോഗ്രാഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഇനി ഞാൻ വേറെ ഒന്ന് അടിക്കുന്നു, 8418
റെഫ്രിജറേറ്റേഴ്സ് അല്ലെ, 84 ഫ്രീസർ, അങ്ങനത്തെ ഏരിയയിലൊക്കെ വരുന്നതാണ് എന്ത് 84-18. അങ്ങനെ 5 മെജോറിറ്റി ഗുഡ്സുകൾ നിങ്ങൾ അടിക്കുന്നു. ഇതൊക്കെ എന്റെ മനസ്സിലുള്ള HSM കോഡുകളാണ്, അത് ഞാൻ അടിക്കുന്നു. റൈറ്റ് ഫൈൻഡറിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് HSM കോഡ് കിട്ടുന്നതാണ്. ഇത് 4 അടിച്ചിട്ടുള്ളൂ, ആ 4 അക്കം 2 അക്കം 8 അക്കം ഒക്കെ അടിക്കുന്നുണ്ട്. അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾ വഴിയെ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ HSM കോഡ് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, 5 എണ്ണത്തിന്റെ HSM കോഡ്. ഇനി സർവീസ് ആണ്, ഇപ്പൊ ഇവിടെ ഗുഡ്സിലാണ്, ഗുഡ്സ് മാറ്റി എന്താക്കുക, ഇവിടെ സർവീസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. സർവീസ് ആണെങ്കിൽ സർവീസ് കൊടുക്കുക, 5 സർവീസിന്റെ പേര് കൊടുക്കുന്നു. സർവീസ് അക്കൗണ്ടിങ് കോഡായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്, സർവീസ് ആണെങ്കിൽ സർവീസ്, നമ്മളെ ഫേമിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രയും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് 98%, 2% കൂടെ ഉള്ളൂ. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു 4 കോളം ആണല്ലേ, 4ഉം മാൻഡേറ്ററി ഫീൽഡ് അല്ല, അതുകൊണ്ട് 4ഉം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി കോഡ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. EC നമ്പർ, പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം എന്താണ്, ഒന്നും മാൻഡേറ്ററി ഫീൽഡ് അല്ല, മാൻഡേറ്ററി അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണിക്കുക വേണ്ട. അപ്പോൾ സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന കോളം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ആധാർ ഓതന്റിക്കേഷൻ. ആധാർ ഓതന്റിക്കേഷൻ, ആധാർ ഓതന്റിക്കേഷൻ അതായത് ആധാർ നമ്പർ. ഇപ്പോ എല്ലാ ആധാറും പാൻ കാർഡ് ആയിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പാൻ കാർഡ് ആധാറായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ GST രജിസ്ട്രേഷൻ കിട്ടൂ. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എന്താ പറയാ, ഒരു KYC, നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ആധാർ ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പം എന്ത് ചെയ്യുക, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളെ ആധാറായിട്ട് ലിങ്ക് ആവും. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും ആധാർ നമ്പറും നമ്മളെ മൊബൈലുമായിട്ട് എല്ലാ ആധാർ നമ്പർ ലിങ്ക്ഡ് ആണ് അല്ലെ, എല്ലാ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ലിങ്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറായിട്ട് ആധാർ ലിങ്ക്ഡ് ആണ്, ആധാറും പാൻ കാർഡ് ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് ആയാൽ മാത്രമേ രജിസ്ട്രേഷൻ കിട്ടൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ കേസ് ആധാറും പാൻ കാർഡ് ലിങ്ക്ഡ് ആയില്ലെങ്കിൽ ആ ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് തേജസ്വിജി എന്റെ പ്രൊപ്പറേറ്റർ, എന്റെ മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പോൾ ആധാർ ഓതന്റിക്കേഷന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ്. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യും, എന്റെ മൊബൈലിലേക്ക് എന്റെ ആധാർ നമ്പറൊക്കെ, അതായത് എന്റെ ആധാർ പാൻ കാർഡ് ആയിട്ട് ലിങ്ക് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഡയറക്ട്ലി വരും. ഇനി അതല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, അതിന് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് വരും, അത് അക്ഷയ പോയിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് ആ ഓപ്ഷൻ്റെ അകത്ത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണ്, നമ്മൾ ആധാർ നമ്പർ ഓക്കെ ആണെന്നൊക്കെ ഉള്ള ഒരു കോളം വരും. ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ വന്ന് ആധാർ നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു മെസ്സേജ് വരും, മെയിലിൽ ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിന്റെ അകത്ത് നമ്മൾ ആധാർ നമ്പർ അടിക്കാനുള്ള ഒരു കോളം വരും. ആ കോളത്തിന്റെ അകത്ത് ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മള് ആധാർ ഓതന്റിഫിക്കേഷന് നമ്മൾ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരും, ഒരു മെയിൽ വരും. ആ മെയിലിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആധാർ നമ്പർ ലിങ്ക്ഡ് ആണെങ്കിൽ മാത്രമേ അത് ഓക്കെ ആവൂ, അല്ലെങ്കിൽ വരില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു എന്ത് ചെയ്യുക, ആധാർ ഓതന്റിഫിക്കേഷൻ ഇവിടെ യെസ് കൊടുത്തതിന് ശേഷം, ഓക്കെ, ആധാർ ഓതന്റിഫിക്കേഷൻ ആദ്യത്തെ കോൾ ഓട്ടോമാറ്റിക്കലി യെസ് ആയിരിക്കും. അത് യെസ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. വാർണിംഗ് മെസ്സേജ് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അതോടെ പ്രൊഫൈല് 100%. ഇതോടെ പ്രൊഫൈല് 100%. ലാസ്റ്റ് വൺ, രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലാസ്റ്റ് വൺ. പിന്നെ ഒരു കോളം കൂടി ഉണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. അത് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് കിട്ടുക. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് കോളാണ്. അപ്പൊ ആധാർ ഓതന്റിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ആധാർ ഓതന്റിക്കേഷന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ലിങ്ക്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ആവും, ഇല്ലെങ്കിൽ ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്താവും, നമുക്ക് നമ്പർ അടിച്ചു കൊടുത്താൽ ഓക്കെ ആയിട്ടുള്ള മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടൂ കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് വൺ, വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ എന്ന് പറയുന്ന കോളത്തിന്റെ അകത്ത് നമുക്കൊരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ടാവും. മുകളിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആൻഡ് ക്ലിയർ ആണ്, അതായത് ട്രൂ ആൻഡ് കറക്റ്റ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് ഇംഗ്ലീഷ് മലയാളമാക്കി അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷനിൽ ടിക്ക് ഇടുന്നു. വെരിഫിക്കേഷനിൽ വന്നതിന് ശേഷം ഡിക്ലറേഷൻ ടിക്ക് ഇടുക. അവിടെ നമ്മൾ, അതായത് നമ്മൾ 1, 2, 3ാമത്തെ കോളം ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞ ഒരാളെ കൊടുത്തിട്ടില്ലായിരുന്നോ, നമ്മളെ മെയിൻ ആളെ കൊടുത്തില്ലായിരുന്നോ, അയാളാണ് നമ്മുടെ മെയിൻ ഓതറൈസ്ഡ് സിഗ്നറ്ററി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നിൽ കൂടുതൽ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളെ പേര് 1 by 1 ആയിട്ട് വന്നിട്ടുണ്ടാവും. ആരെ മൊബൈലിലേക്കാണോ OTP വരേണ്ടത് അയാളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഇല്ലേ, ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും കാണാൻ പറ്റും. ഈ ഡിക്ലറേഷനിൽ ടിക്ക് ഇടുന്നതും അതേപോലെ തന്നെ നെയിം ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞ കോളം നിങ്ങൾക്ക് ഇനി മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും കാണാം. ഈ പ്ലേസ് ഒന്നും ഇല്ലെങ്കിലും ബാക്കി രണ്ടും കാണാൻ പറ്റും. അപ്പൊ ഈ ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത മെയിൻ ആള്, ഇയാളെ മൊബൈലിലേക്ക് ആയിരിക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നെയിം ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററിയിൽ ആരെ പേരാണോ കൊടുത്തത് അയാളുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് വൺ, പ്ലേസ്. നമ്മുടെ പ്ലേസ് ഏതാന്നുള്ളത് കൊടുക്കുന്നു.
ഓക്കെ, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫയൽ വിത്ത് DSC അല്ലെങ്കിൽ ഫയൽ വിത്ത് EVC. ഫയൽ വിത്ത് അല്ല, സബ്മിറ്റ് വിത്ത് DSC അല്ലെങ്കിൽ സബ്മിറ്റ് വിത്ത് EVC. അതായത് DSC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ കോഡ്. കമ്പനി അല്ലെങ്കിൽ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർ, കമ്പനി അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണറുടെ കേസിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, സബ്മിറ്റ് വിത്ത് DSC മാൻഡേറ്ററി ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ കണ്ടോ, DSC ഈസ് കമ്പൽസറി ഫോർ കമ്പനി ആൻഡ് LP. DSC അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ കോഡ്, അത് പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനമായിരിക്കും. ആ പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനം നമ്മളെ നമ്മുടെ സിസ്റ്റത്തിന്റെ സ്ലോട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് E-Sign എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമുക്കിപ്പോൾ ഒരു പെൻഡ്രൈവ് കുത്തിക്കഴിഞ്ഞാൽ പെൻഡ്രൈവിലുള്ള പാട്ടുകളും സിനിമകളൊക്കെ 1 by 1 ആയിട്ട് വരും. നമ്മൾ ഏതാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനമായിരിക്കും E-Sign എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. നമ്മൾ DSC അതായത് അത് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. DSC എന്ന് പറയുന്ന സാധനം നമ്മൾ വാങ്ങണം, ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. അത് കമ്പനിയുടെ LLPയുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർ കേസിലോ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു കേസ് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് E-Sign എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ സബ്മിറ്റ് വിത്ത് DSC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നോക്കിക്കോളൂ. സബ്മിറ്റ് വിത്ത് DSC കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഒരു വാർണിംഗ് മെസ്സേജ് സ്ക്രീന് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വാർണിംഗ് മെസ്സേജ് വന്ന് നമ്മൾ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇതൊരു വന്നിട്ടുണ്ടാവും. E-Sign ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ വന്നിട്ടുണ്ടാവും. കണ്ടന്റ് ഫോർ സൈൻ, അതെ നമ്മളെ DSC എടുത്ത നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്മുടെ GST രജിസ്ട്രേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ GST രജിസ്ട്രേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. നമ്മളേതാ സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞില്ല. അത് ഒന്നാമത്തെ കേസ്. ഇനി ഫയൽ വിത്ത് EVC ആണെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അതായത് EVC, ഫയൽ വിത്ത് EVC ആണ്, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ആണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ കൊടുത്ത അതായത് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്, അത് പ്രൊപ്പറേറ്റർ കേസിലോ പാർട്ട്ണർഷിപ്പിന്റെ കേസിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ഫയൽ വിത്ത് EVC ആണ്, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. ഇവിടെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റും സബ്മിറ്റ് വിത്ത് E-Signature. ആ ഓപ്ഷൻ ഇപ്പൊ ഇല്ല, പണ്ടുള്ള ഓപ്ഷൻ അതിപ്പോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തതിന് കാരണം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, GSTന്റെ സൈറ്റിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് വിത്ത് DSC ആണ് കമ്പനിയുടെ LLPയുടെ കേസിലാണ്. പ്രൊപ്പറേറ്ററിയോ പാർട്ട്ണർഷിപ്പിന്റെ കേസിലാണ് സബ്മിറ്റ് വിത്ത് EVC കൊടുക്കുക, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. അപ്പൊ നമുക്ക് നേരത്തെ ഒക്കെ വന്ന പോലെ, അതായത് ഫസ്റ്റ് പോർഷനിലൊക്കെ നമുക്ക് വന്ന പോലെ നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്ത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മളെ രജിസ്ട്രേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമുക്കൊരു ARN നമ്പർ കിട്ടും. നമുക്ക് അപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. നോട്ട് ചെയ്ത് വെച്ചോളൂ. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് വരും, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് 15 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ARN നമ്പർ കിട്ടും. നേരത്തെ നമുക്ക് കിട്ടിയ TRN നമ്പർ ആയിരുന്നു, അത് വേറെ. അത് സബ്മിറ്റ് ചെയ്യുന്നതിന് പാർട്ട് ബിയിലേക്ക് കയറാനായിരുന്നു TRN നമ്പർ എന്ന് പറയുന്നത്. പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡാറ്റ സബ്മിറ്റ് ചെയ്തതിന് ശേഷം 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് വരും, 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈലിലേക്ക് അല്ലെ മെയിലിനകത്തേക്ക് ഒരു ARN നമ്പർ വന്നിട്ടുണ്ടാവും. അക്നോളജ്മെന്റ് അല്ല, അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എന്ന് പറയുന്ന ARN നമ്പർ വന്നിട്ടുണ്ടാവും. ഇതനുസരിച്ചായിരിക്കും നമ്മുടെ GSTയുടെ അതായത് GST ഓക്കെ ആണോ, ഇപ്പോഴുള്ള കാര്യങ്ങൾ GST രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ഇത് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. അപ്പൊ ARN നമ്പർ ഒരു കാരണവശാലും പോക്കാൻ പാടില്ല. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, ARN നമ്പർ ഒക്കെ ആക്കി. ഒരു കുഴപ്പങ്ങളും ഇല്ല എങ്കിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ GST ഡിപ്പാർട്ട്മെന്റിന്റെ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ 15 അക്കമുള്ള GST നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 15 അക്കമുള്ള GST നമ്പർ നമുക്ക് കിട്ടും. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ, അതായത് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ട്രൂ ആൻഡ് കറക്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ആധാർ പോലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതേപോലെ നമ്മൾ കൊടുത്ത റെന്റ് അഗ്രിമെന്റും കാര്യങ്ങളും അങ്ങനത്തെ കുറെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഓക്കെ ആണ് എങ്കിൽ 7 ദിവസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് GST രജിസ്ട്രേഷൻ കിട്ടും. ഓക്കെ, ഇനി 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി GST ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് അതിനെന്ത് ചെയ്യുക, ക്ലാരിഫിക്കേഷൻ നമുക്ക് നേടാവുന്നതാണ്. വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, അവര് 24 ആണോ 48 ആണോ എന്നറിയില്ല, ഒരു ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള റിപ്ലൈ അവർ തന്നിരിക്കണം.
തന്നില്ലെങ്കിൽ നമുക്ക് നിയമവ്യവസ്ഥയിലൂടെ നമുക്ക് പോകാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ കുഴപ്പങ്ങളില്ലെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പർ കിട്ടി. ജി എസ് ടി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആണ് എന്ത്, ജി എസ് ടി നമ്പർ കിട്ടി, അതായത് നമുക്ക് 15 അക്കമുള്ള ജി എസ് ടി നമ്പർ കിട്ടി, 32 കേരളാമ സ്റ്റാർട്ട് ചെയ്ത് ആ ജി എസ് ടി നമ്പർ നമുക്ക് കിട്ടി. ജി എസ് ടി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു കോളം നമ്മൾ വിട്ടിട്ടുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ആ കോളം നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് ജി എസ് ടി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജി എസ് ടിയുടെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് അടിക്കാനുള്ള കോളാണ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് നോട്ട് ചെയ്തോ, ആഫ്റ്റർ ജി എസ് ടി IN, ജി എസ് ടി നമ്പർ കിട്ടിയതിന് ശേഷം, ജി എസ് ടി നമ്പർ കിട്ടിയതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് നമ്പർ ഏരിയ ആണ് കേട്ടോ പറയുന്നത്. ജി എസ് ടി നമ്പർ കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്, ബാങ്ക് ഡീറ്റെയിൽസ്. ഓക്കെ, വരും ഇവിടെ ഒരു ഓപ്ഷൻ വരും, ശ്രദ്ധിച്ചോളൂ. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഏരിയ, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഏരിയന്റെ അകത്ത് ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് അക്കൗണ്ടിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് മെൻഷൻഡ്. അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോപ്പർലി റൺ ചെയ്യുന്ന നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ട് ഒരു കാരണവശാലും ജി എസ് ടിക്ക് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജി എസ് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ പറ്റും, നമ്മളെ കയ്യിലൂടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് കിട്ടും. കാരണം അവർ ഗവൺമെന്റിന്റെ ഫേമാണ്. കാരണം അവർക്ക് നമ്മളെ ആ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കളി കളിച്ചു കഴിഞ്ഞാൽ, അത് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും സെയിൽ കുറച്ച് കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജി എസ് ടിക്ക് വേണ്ടിയിട്ട്, അതായത് ജി എസ് ടിയുടെ പേയ്മെന്റ്, അതായത് ടാക്സ് അടയ്ക്കാനും മറ്റുമായിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതാണ്, സേവിങ് അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുന്നത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജി എസ് ടിയുടെ പർപ്പസിന് മാത്രമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ അതിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ സാധാ അക്കൗണ്ട് വെച്ച് അതിൽ ചിലപ്പോൾ ലക്ഷങ്ങളും അതല്ലെങ്കിൽ കോടികളൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് പണി കിട്ടും. ചിലപ്പോൾ നമ്മൾ കാണിച്ച ടേൺ ഓവറിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഫൈൻ ഇടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കാണിക്കേണ്ട എന്തായാലും സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ആണ്. ഒരു എന്താ പറയുക, ഒരു നല്ല കാര്യം നോക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ കേസിൽ നിന്ന് നല്ല രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പുതിയൊരു അക്കൗണ്ട് തുടങ്ങുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എത്ര ബാങ്കിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് മെൻഷൻഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, 1 1 2 2. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആഡ്, വീണ്ടും അക്കൗണ്ട് കാണിക്കുന്നുണ്ട് ആഡ് ന്യൂ കാണിക്കുക, ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് കാണിക്കുന്നുണ്ട് ആഡ് ന്യൂ കാണിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു കോളം വരും, ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞ ഏരിയ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. നോട്ട് ചെയ്ത് വെച്ചോളൂ, അക്കൗണ്ട് നമ്പർ, നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിന്, നമ്മളെ ജി എസ് ടിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ, ടൈപ്പ് ഓഫ് അക്കൗണ്ട്, സേവിംഗ് ആണോ കറണ്ട് ആണോ എന്ന് കൊടുക്കുന്നു. ടൈപ്പ് ഓഫ് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്ന് കൊടുക്കുക. പിന്നെ ബാങ്കിന്റെ IFSC കോഡ് കൊടുക്കുക. ഇതൊക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമുള്ള കാര്യമാണ്. അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഏതാണെന്നുള്ളത് കൊടുക്കുന്നു, സേവിംഗ് ആണോ കറണ്ട് ആണോ എന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ എൻ്റർ ദ ബാങ്ക് IFSC കോഡ്, ബാങ്കിന്റെ IFSC കോഡ് ഉണ്ടോ, IFSC കോഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ പറഞ്ഞ ഡോക്യുമെന്റുകളുടെ കാര്യത്തിലുള്ളതായിരുന്നു ഒന്നുകിൽ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, അല്ലെങ്കിൽ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്താണ് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ചോദിക്കുന്ന കാര്യം അതാണ്. ഈ ഒരു 3 കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ അല്ല ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതും അല്ലെങ്കിൽ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പൊ പ്രൂഫ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട് എന്നുള്ളത് നിങ്ങൾ ഏത് ഡോക്യുമെന്റ് ആണോ വെക്കുന്നത് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു. ചെക്ക് ലീഫ് ആണ് ചെക്ക് ലീഫ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്, പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ആണ് അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ JPG നമ്മളിവിടെ ചൂസ് ഫയൽ കൊടുത്ത് സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അതോടെ നമ്മൾ എന്ത് കഴിഞ്ഞു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കഴിഞ്ഞു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ആയി, അതോടെ GST രജിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞു. ഓക്കെ, GST രജിസ്ട്രേഷൻ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞു. പക്ഷെ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു, ഫയൽ വിത്ത് EVC DSC ഒക്കെ കഴിഞ്ഞു. നമ്മൾ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും, നമുക്ക് നമ്മളെ മെയിലിലേക്കോ മൊബൈലിലേക്കോ നമുക്ക് എന്ത് വേണം, നമുക്കൊരു സീക്രട്ട് യൂസർ നെയിമും ഒരു സീക്രട്ട് പാസ്വേഡും വേണ്ടേ. നമുക്ക് GSTയുടെ യൂസർ നെയിമും പാസ്വേഡും വേണമല്ലോ. നമുക്കൊരു മെയിൽ ID ആണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉള്ള പോലെ തന്നെ നമുക്ക് GSTക്കും ഒരു യൂസർ നെയിമും
ഒരു പാസ്വേഡ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആരും യൂസർ നെയിം പാസ്വേഡിന് സെറ്റ് ഇല്ല. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് GST നമ്പർ വന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ മെയിലിലേക്ക് നമുക്കൊരു GST ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഒരു എന്താ പറയുക താൽക്കാലിക, അതായത് ടെമ്പററി ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് മെയിലിനകത്തേക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡ് ആയിരുന്നു ആ പാസ്വേഡ് നമ്മൾ ഒറിജിനൽ പാസ്വേഡ് അല്ല. GST ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ വേണം, നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, രജിസ്ട്രേഷൻ ഒക്കെ കിട്ടി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മളെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം. അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും GSTയുടെ ഈ ഒരു സൈറ്റിൽ, ഈ ഒരു പേജിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇവിടെ സൈൻ ഔട്ട് എന്നാണ് ഉണ്ടാവുക, സൈൻ ഇൻ എന്നായിരിക്കും ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉണ്ടാവും ലോഗിൻ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടാവും. ആ ലോഗിനിൽ വരുന്നു. നോക്കിക്കോളൂ, ഫസ്റ്റ് ടൈം ലോഗിൻ ആണ് പറഞ്ഞത്. ആദ്യമായി നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ആദ്യമായാണെങ്കിലും എപ്പോഴാണെങ്കിലും ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരും. ഓക്കെ, ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ്, അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് GSTയുടെ ലോഗിൻ ബട്ടൺ, അതായത് യൂസർ നെയിം പാസ്വേഡ്, നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഇല്ല, അത് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് ഫസ്റ്റ് ടൈം ലോഗിൻ എന്ന് പറഞ്ഞെടുത്ത് ക്ലിക്ക് ഹെയർ എന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം ലോഗിൻ എന്നുള്ളടുത്ത് ക്ലിക്ക് ഹെയർ എന്ന് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ GST നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് നോക്കുക. അപ്പൊ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിനിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ടൈം ലോഗിൻ ഏറ്റവും താഴെ കാണാൻ പറ്റും. അതായത് ലോഗിനിൽ വന്ന യൂസർ നെയിമും പാസ്വേഡിന്റെ ലോഗിൻ്റെ ഒക്കെ താഴെ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം ലോഗിനിൽ വന്നതിന് ശേഷം ക്ലിക്ക് ഹെയർ എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് വന്ന മെയിലിലേക്ക് വന്ന GST നമ്പറും നിങ്ങൾ മെയിലിലേക്ക് വന്ന പാസ്വേഡും അടിച്ച് ലോഗിൻ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾക്ക് പുതിയൊരു യൂസർ നെയിമും പുതിയൊരു പാസ്വേഡും അടിക്കാനുള്ള ഏരിയ വരും. ആ യൂസർ നെയിമും പാസ്വേഡ് അടിക്കുക, വീണ്ടും റീ എൻ്റർ പാസ്വേഡ് എന്നൊക്കെ വരും. അതൊക്കെ അടിച്ച് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഇനി മുതൽ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും. അത് ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് എടുത്തു, GST രജിസ്ട്രേഷൻ എടുത്തു, ഫസ്റ്റ് ടൈം ലോഗിൻ ആയി, നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ചെയ്യും. ഇൻ കേസ് ഇന്നലെ നിങ്ങൾ 5 ആൾ ഡൗട്ട് വെച്ചാൽ 3 പേരും ചോദിച്ചു, അതായത് 10ൽ 8 പേരും ചോദിച്ച ഡൗട്ടാണ്, തെറ്റ് തിരുത്താൻ പറ്റും. നമ്മൾ കൊടുത്തതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിൽസിൽ മാറ്റം വരുത്താണ്. ഫോൺ നമ്പർ തിരുത്തി, അഡ്രസ്സിൽ മാറ്റം. നമ്മൾ കൊടുത്തത് ഇന്ന് വീട്ടഡ്രസ്സിലാണ്, നാളെ നമ്മൾ എന്ത് ചെയ്തു, ആ വീട്ടഡ്രസ്സ് മാറിയിട്ട് പുതിയൊരു ബിൽഡിങ്ങിൽ തുടങ്ങാൻ വെച്ചാൽ നമുക്ക് അഡ്രസ്സ് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ബിൽഡിങ് കാലിക്കറ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ കാലിക്കറ്റ് മാവൂർ റോഡിലാണെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ SM സ്ട്രീറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതേപോലെ നമുക്ക് മെയിൽ ID മാറ്റാം, മൊബൈൽ മാറ്റാം, ഇനി അതല്ല ഓതറൈസ്ഡ് സിഗ്നറ്ററിനെ മാറ്റാം. അങ്ങനെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്താലേ ഒരു ഓപ്ഷൻ കിട്ടും. നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടൂ. ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്ത് തെറ്റ് തിരുത്താണ്ടെങ്കിലും അതിന് ഡോക്യുമെന്റ് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സർവീസസിൽ വന്നതിന് ശേഷം രജിസ്ട്രേഷനിൽ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ കോർഫീൽഡ് ഉണ്ടാവും, അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർഫീൽഡ് ഉണ്ടാവും. സർവീസസിൽ രജിസ്ട്രേഷനിൽ നേരത്തെ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ആകെ 3 ഓപ്ഷൻ ഉള്ളായിരുന്നു, രജിസ്ട്രേഷനും ന്യൂ രജിസ്ട്രേഷനും അതേപോലെ തന്നെ എന്തായിരുന്നു ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസും, പിന്നെ എന്തായിരുന്നു വേറെ എന്തോ ഒരു ഓപ്ഷനും കൂടെയാണ് ഉള്ളത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ എന്ത് വന്നു, യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ 2 ഏരിയ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള തെറ്റ് തിരുത്താനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ കോർഫീൽഡ് ഉണ്ട്, അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർഫീൽഡ് ഉണ്ട്. അത് ഏതാണോ വേണ്ടത് അത് രണ്ടും ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഏരിയ ആണോ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും പറയാൻ നിന്നാൽ കുറെ പറയാനുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ഏരിയ ആണോ എഡിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ കോർഫീൽഡ് പറഞ്ഞാൽ അതിലില്ലെങ്കിൽ നോൺ കോർഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ ആവശ്യം, ഇപ്പോൾ മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾ കോർഫീൽഡ് നോക്കി അതിൽ കിട്ടിയില്ലേ നോൺ കോർഫീൽഡ് പോയി വെക്കുന്നു. അപ്പോൾ ഏതിലാണോ ആ 2 ഏരിയ ആണ് എന്ത്, അമെൻമെന്റ് ഓഫ് രജിസ്റ്റർ കോർഫീൽഡും അമെൻമെന്റ് ഓഫ് രജിസ്റ്റർ നോൺ കോർഫീൽഡും. ഈ 2 ഏരിയ ആണ് എന്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, GSTയുടെ എന്തെങ്കിലും ചേഞ്ച് വരാനോ മറ്റോ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് GSTയുടെ പെൻഡിങ് ആണ്. നമുക്ക് GST രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ GST ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് എന്ത് പറഞ്ഞു, നമുക്ക് 7 ദിവസത്തിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ നമ്മളെ സ്റ്റാറ്റസ്, നമ്മളെ GSTയുടെ ചില ഓക്കെ ആണോ, അത് GST അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, GST ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അപ്രൂവ് ആണോ, പെൻഡിങ് ആണോ, ഇനി അതോ റിജക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബിനോയ് ചെയ്യേ.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും അങ്ങനെ ക്ലാരിഫിക്കേഷനോ മറ്റോ കിട്ടി നമുക്കൊരു AR നമ്പർ കിട്ടിയിട്ടുണ്ടോ അല്ലെ? ആ AR നമ്പർ ട്രാക്ക് ചെയ്യാനാണ് രജിസ്ട്രേഷൻ്റെ അകത്ത് വന്നായ ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ വന്ന് നമുക്ക് കിട്ടിയ AR നമ്പർ അടിച്ച് നമ്മൾ ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്? അവിടെ AR നമ്പർ അല്ലേ? AR നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് റിജക്റ്റഡ് ആണോ പെൻഡിങ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ അത് പറയാനുള്ളതെന്ന് വെച്ചാല് പിന്നെ ക്യാൻസൽ ബിനോയ് മ്യൂട്ട് ചെയ്യ്. 2 പ്രാവശ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ കേസ് നമുക്ക് വേറെ എന്തെങ്കിലും കേസ്, അതായത് നമുക്ക് രജിസ്ട്രേഷനിൽ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ സർവീസസിൽ രജിസ്ട്രേഷനിൽ അപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അതിന് ക്യാൻസൽ ചെയ്താൽ പാർട്ടിനെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള റീസണും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ക്യാൻസൽ ചെയ്യാം. സിമ്പിൾ ആണ്, വേറെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏറ്റവും അവസാനത്തെ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ GST-യിലെ റിട്ടേൺസ് ഇല്ലേ, ആ റിട്ടേൺസിൽ ഏറ്റവും അവസാനത്തെ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. അത് ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പൈസ അടയ്ക്കാണ്ട് പൈസയൊക്കെ അടച്ചതിന് ശേഷം മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. എന്താണോ ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ, ഇപ്പോൾ എന്ത് ചെയ്യുക, ബിസിനസ് സ്റ്റക്ക് ആയി പോയി, ബിസിനസ് ഇല്ല, അങ്ങനെയൊക്കെ റീസൺ എന്താണെന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ ക്യാൻസൽ ചെയ്യാൻ. ഇത്രയാണ് നമ്മുടെ GST രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി പറയാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് ചെയ്തത് നമുക്ക് ഈ തെറ്റ് തിരുത്താൻ നമ്മൾ ഈ കൊടുക്കുന്ന കേൾക്കുന്നില്ല. തെറ്റുകൾ തിരുത്താന്ന് പറഞ്ഞിട്ടില്ലേ, തെറ്റുകള്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അതായത് നമ്മൾ ആദ്യം കൊടുത്ത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ആണല്ലോ, സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അത് മാറ്റി നമുക്ക് കറണ്ട് അക്കൗണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പറ്റും, എല്ലാ തെറ്റും തിരുത്താം. നമുക്ക് ഈ പറഞ്ഞ 12 കോളം അല്ലെ 12 തിരുത്താൻ പറ്റും. വെരിഫിക്കേഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളവും നമുക്ക് തിരുത്താൻ പറ്റും. അതല്ല, നമ്മൾ ഇത്രയും നാൾ ഈ 1 വർഷം അല്ലെ 2 വർഷം നമ്മളത് വേറെ അക്കൗണ്ട് ആണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പറ്റുമല്ലേ? പറ്റും. അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ ഈ ബിസിനസ് അക്കൗണ്ട് നമ്മൾ ഒരിക്കലും GST-യിൽ കൊടുക്കരുത്, അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം GST ഡിപ്പാർട്ട്മെന്റ് അറിയാൻ പറ്റും. അത് നമ്മൾ ട്രാൻസാക്ഷൻ മുഴുവൻ അറിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ സേവിങ്സ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഫെഡറൽ ബാങ്ക് പറ്റില്ല. ഫെഡറൽ ബാങ്ക് GST ആയിട്ട് ലിങ്ക്ഡ് അല്ല കേട്ടോ. ബാക്കി ഏത് അക്കൗണ്ട് വേണേ എടുക്കാൻ പറ്റും. എല്ലാ സെൻട്രലൈസ്ഡ് ബാങ്ക് എടുക്കാം, ഫെഡറൽ ബാങ്ക് ഒഴികെ ഉള്ളത്. ഫെഡറൽ ബാങ്ക് ഒഴികെ വേറെ ഏത് സെൻട്രൽ ബാങ്ക് വേണേ എടുക്കാം. അത് നമ്മൾ കറണ്ട് അക്കൗണ്ട് ആയിട്ട് എടുക്കണോ, അത് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് എടുക്കണോ? കറണ്ട് അക്കൗണ്ട് എടുക്കാം, സേവിംഗ് എടുക്കാം. ഏത് വേണേലും കറണ്ട് അക്കൗണ്ട് എടുക്കുന്നതാണ് നല്ലത്. കറണ്ട് അക്കൗണ്ട് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ ആരെങ്കിലും ഡൗട്ട്? സാറേ, ഈ ഹോം അപ്ലയൻസ് വെക്കുന്ന ഒരാൾക്ക് കമ്പൽസറി പറഞ്ഞല്ലോ, കറണ്ട് അക്കൗണ്ട് എടുക്കാം. അല്ല, അത് ഞാൻ GST എടുക്കുമ്പോ കറണ്ട് അക്കൗണ്ട് തന്നെ കമ്പൽസറി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് GST ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പറയില്ല. നിങ്ങളെ ക്ലയന്റ് നിങ്ങളെ എടുത്തെന്നാള് പറഞ്ഞതായിരിക്കും. കറണ്ട് അക്കൗണ്ട് അവിടെ ഒന്നും നിർബന്ധമൊന്നുമില്ല, സേവിങ്ങും ആവാം. ഹോം അപ്ലയൻസ് വിൽക്കുന്ന ഒരാള് ഈ HSN കോഡൊക്കെ ഇതാക്കി രജിസ്റ്റർ ചെയ്തു. അങ്ങേർക്ക് ഒരു ഹോർലിക്സ് വേണമെങ്കിൽ ഈ GST നമ്പറിൽ വാങ്ങാൻ പറ്റുമോ? പറ്റും. അത് നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട, മാക്സിമം 5 ഗുഡ്സ് കാണിച്ചാൽ അതിന് പുറമെ ഏത് വേണം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ട്രാൻസാക്ഷൻ നടത്തോ, സെയിൽ ചെയ്യോ, ഇതുമായിട്ട് ബന്ധപ്പെടാത്ത എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും. അതിനൊരു കുഴപ്പമില്ല. നമ്മള് 5 ഗുഡ്സ് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുള്ള 5 ഗുഡ്സ് കാണിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു GST രജിസ്ട്രേഷൻ എടുത്ത ഒരാൾക്ക് ഇന്ത്യയിൽ നിയമപ്രകാരം വാങ്ങാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും വാങ്ങുകയും ബുക്കും ചെയ്യാലേ? പറ്റും. വേറൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ പ്രൊപ്പറേറ്റർഷിപ്പിലെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പാർട്ണർഷിപ്പിലേക്ക് മാറ്റാൻ പറ്റുമോ? അത് 1 വർഷം കഴിഞ്ഞാലാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് എനിക്ക് ഐഡിയ ഇല്ല. ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൽ ഉള്ളത് പാർട്ട്ണർഷിപ്പിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കറക്റ്റ്. അത് GST ഡിപ്പാർട്ട്മെന്റിന്റെ അതുകൊണ്ട് മാത്രമേ പറ്റൂ. നമുക്ക്, അതായത് GST എടുക്കുന്നയാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. GST ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, സർക്കിള്, നിങ്ങളെ ആ സർക്കിളിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ അത് ഓപ്ഷനോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല സാറേ. അത് 2 കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് എങ്ങനെയുള്ള GST ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റുമെന്ന് അറിയില്ല. വേറെ എന്തെങ്കിലും? പിന്നെ എനിക്കൊരു സംശയം, തമിഴ്നാട് സ്റ്റേറ്റിലുള്ളത് കേരളത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ? ഉദാഹരണത്തിന് ഓർബിറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരാൾ ചോദിക്കും, രണ്ടാളും ചോദിച്ച് ക്ലിയർ ആവുന്നില്ല. ഒരു മിനിറ്റ്,
ആരെങ്കിലും ഒരാളെ ചോദിക്കും. ഹലോ ചോദിച്ചോളൂ. ഹലോ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലുള്ള ഒരു ഒരാൾ ചോദിച്ചോളൂ. ക്ലിയർ ആവുന്നില്ല. പിന്നെ ക്ലിയർ ആവുന്നില്ല. ഒന്നും ക്ലിയർ ആവുന്നില്ല. മുറിഞ്ഞാണ് കേൾക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ എന്റെ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ ആണ്. അപ്പൊ എനിക്ക് അതിനുശേഷം ഇപ്പൊ കമ്പനിയുടെ പേരിൽ അക്കൗണ്ട് നമ്പർ കറണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. സർവീസസിൽ വന്നിട്ട് കോർഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന ഏരിയ മാറ്റാൻ പറ്റും. ഓക്കെ, ഏത് ഏരിയ വേണേൽ മാറ്റാൻ പറ്റും. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഏത് ഏരിയ വേണേൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോ എന്റെ പേഴ്സണൽ അക്കൗണ്ട് കൊടുത്താലും ശരി, അതിന്റെ ട്രാൻസാക്ഷൻ വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? അത് വേണ്ടി വരും. സബ്മിറ്റ് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഇല്ലേ, ഫ്രണ്ട് പേജ്, പാസ്ബുക്ക് അല്ല, അങ്ങനത്തെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താൽ മറ്റേ ഒന്നും വേണ്ട. എക്സ്ട്രാ സബ്മിറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡോക്യുമെന്റിൽ 3 ഏതെങ്കിലും സബ്മിറ്റ് ചെയ്തത് പുതിയതായിട്ട് വരുമ്പോൾ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഒരു സ്ഥാപനത്തില് ഒരു GST റെഗുലർ GST എടുത്ത സ്ഥാപനത്തില് അവരൊരു കാർ വാങ്ങിക്കുമ്പോ ഇത് ഇൻപുട്ട് കിട്ടുക. അത് ബിസിനസിന്റെ പർപ്പസ് അനുസരിച്ചിരിക്കും. കാറിന്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിരിക്കും. അതിനെ പറ്റിയുള്ള ടോപ്പിക് നിങ്ങൾക്ക് വരും. ആ ഇൻപുട്ട് ഓൺ എന്താ പറയാ, അത് കുറെ ഏരിയാസ് ഉണ്ട്. ഇൻപുട്ട് ആസ് ക്രെഡിറ്റിൽ 3B പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. അതായത് ആ വെഹിക്കിൾ എന്ത് പർപ്പസിനാണ്, അതിന്റെ സീറ്റുകളുടെ എണ്ണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് കിട്ടും. കൊടുത്തു നോക്കിയാൽ ചിലപ്പം സന്മനസ് ഉണ്ടെങ്കിൽ അവർ തരും. ശരിക്കും റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാരണവും കിട്ടണമെന്നില്ല. ഇത് തന്നു കഴിഞ്ഞാല് പിന്നെ അത് ഇഷ്യൂ ഉണ്ടാവുക പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് നമുക്ക് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാല് ഇല്ല പിന്നെ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇൻപുട്ട് കിട്ടുമോ എന്നുള്ള പ്രശ്നമുള്ളൂ. അത് നിയമം അനുസരിച്ച് കുറെ റൂളുകളും കാര്യങ്ങളുണ്ട്. ഡയറക്ട്ലി ഫോളോ ചെയ്യുന്ന ആളാണെന്ന് കിട്ടൂല. ചെറിയ വണ്ടികളോ കാര്യങ്ങളോ ആണെന്ന് കിട്ടില്ല. പിന്നെ വണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡെലിവറിക്കോ മറ്റോ ആണെങ്കിൽ കിട്ടും. അല്ലാതെയുള്ള വെഹിക്കിൾ, പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. പക്ഷേ അവരെ മനസ്സനുസരിച്ചിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? ഈ റെഗുലർ GST എടുത്ത ഒരാള് എത്ര വർഷം കണക്ക് സൂക്ഷിക്കണം? 6. കോമ്പൗണ്ട് ആണെങ്കിലോ? കോമ്പൗണ്ട് ആണെച്ചാൽ കണക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കണക്ക് സൂക്ഷിക്കേണ്ട നിയമം അനുസരിച്ച് കണക്ക് അവർക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില സ്ഥലത്തുനിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ചിലര് പറയുന്നു 1 വർഷം സൂക്ഷിക്കണം, ചിലര് പറയുന്നു. പക്ഷെ അവർക്ക് എന്താ സെയിൽസ് ബില്ല് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കസ്റ്റമേഴ്സിന് ടാക്സോ കാര്യങ്ങളോ കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അവര് നിയമം അനുസരിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതാണ് പറയാ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല. നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്? വേറെ ഇവിടെ നമ്മൾ ഈ GSTന്റെ ലോയിൽ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്? ഇതിലുണ്ടാവില്ല. ഇതിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങളേ ഉണ്ടാവും. നമുക്ക് ഈ GSTനെ കുറിച്ചുള്ള ഇങ്ങനത്തെ നിയമങ്ങൾ നമുക്ക് എവിടെ നോക്കിയാലും അല്ലെങ്കിൽ ബുക്സ് സാറൊരു ഡൗട്ട് കൊണ്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. GSTയിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ലാതെ വേറെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് GST അടയ്ക്കാൻ പറ്റും? അങ്ങനെ അടയ്ക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കാം. ഏത് അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിലും അടയ്ക്കാം. ആ അക്കൗണ്ട് വേണം നിർബന്ധമൊന്നുമില്ല. ഇല്ല. അത് ഞാൻ ഹലോ അത് നമ്മൾ GST റണ്ണിങ്ങിലുള്ളത് കേരളത്തിൽ മാറ്റാൻ പറ്റുമോ? കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണോ? സ്റ്റേറ്റിന്റെ കേരളത്തിലാണ്, തമിഴ്നാട്ടിലേക്ക് സ്റ്റേറ്റ് മാറ്റണം. അതല്ലേ ചോദിച്ചേ? ഓഡിയോ ക്ലിയർ ആവുന്നില്ല. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ സാർ? ഹലോ, സർവീസ് 2 കാറ്റഗറിയും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ? ഗുഡ്സ്, അതായത് സെയിൽസും സർവീസും കൂടി ഒന്നിച്ച് അടയ്ക്കാൻ പറ്റും? പറ്റും. പക്ഷേ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന ഏരിയ അല്ലേ? ഗുഡ്സ് ആൻഡ് മിക്സഡ് ബിസിനസ് അല്ലെ? അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ ഏരിയന്റെ അകത്ത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അവിടെ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. രണ്ടും കാണിക്കല്ല?
5 ഗുഡ്സിന്റെ HSN കോഡ് കൊടുക്കുക, അല്ല 5 സർവീസിന്റെ HSN കോഡ് കൊടുക്കുക. ഒരേ പേര് എത്ര GST നമ്പർ കൊടുക്കാൻ പറ്റും? ഷോപ്പിന്റെ പേര് ഒരേ പേര് കേട്ടില്ല. ഒരേ പേര് മാത്രമേ കേട്ടില്ലൂ. കമ്പനിയുടെ ഷോപ്പിന് കൊടുക്കണ്ടല്ലോ, നമ്മള് കമ്പനിയുടെ പേര് കൊടുക്കണ്ടല്ലോ. അതെത്ര വേണമെങ്കിൽ ഒരേ പേര് ഒരേ പേരിലേ കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരു പാൻ കാർഡിൽ 7 രജിസ്ട്രേഷൻ വരെ എടുക്കാൻ പറ്റും. ഒരു പാൻ കാർഡ് വെച്ച് 7 രജിസ്ട്രേഷൻ വരെ എടുക്കാൻ പറ്റും. ഒരേ പേര് വെച്ച് വ്യത്യസ്തങ്ങളായ GST എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കേരളത്തിൽ അങ്ങോളം എത്ര ഷോപ്പുകളുണ്ട്? അതെ, അത് നിലവിലുള്ള പേരുള്ള GST ക്യാൻസൽ ചെയ്താൽ അതേ പേരിൽ GST ആയിട്ട് ബന്ധമൊന്നുമില്ല. അത് കമ്പനി, ഫോർ എക്സാമ്പിൾ പോപ്പി എന്ന് പറഞ്ഞൊരു കമ്പനി ബ്രാൻഡഡ് കമ്പനിയാണ്. ആ കമ്പനിയുടെ ട്രേഡ് മാർക്ക് വെച്ചിട്ട് വേറൊരു കമ്പനി പോപ്പി എന്നും പറഞ്ഞിട്ട് അവരെ ബ്രാൻഡൊക്കെ വെച്ചാക്കി അവർക്ക് കേസ് കൊടുക്കാം. അത് GST ആയിട്ട് ബന്ധമൊന്നുമില്ല. GST പക്ഷെ ഒരു പാൻ കാർഡ് വെച്ച് 7 രജിസ്ട്രേഷൻ വരെ എടുക്കാം, സെയിം പാൻ കാർഡ് വെച്ചിട്ട്. ഓക്കെ. ഹലോ, പാൻ കാർഡും ആധാർ കാർഡും ആയിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യണേ? അത് നമ്മൾ അക്ഷയ പോയി ലിങ്ക് ചെയ്യണം. ഒരു ബിസിനസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമ്മള് തമിഴ്നാട്ടിലുള്ള ഒരു ബിസിനസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാം. പറഞ്ഞോളൂ. എങ്ങനെയാണ് GST കാര്യം വരാൻ? GST നമ്പർ തമിഴ്നാട്ടിലുള്ള ഒരു ഫേം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഇപ്പൊ കേരളത്തിലാണ് ബിസിനസ് ഉള്ളത്, കേരളത്തിൽ നിന്നാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പൊ ഒന്നും കുഴപ്പമില്ല, സാധാ എടുക്കുന്നവരെടുക്കുക. വേറെ തമിഴ്നാട്ടിലെ ക്യാൻസൽ ചെയ്യാം, ഇവിടെ പുതിയത് എടുത്താൽ മതി. ഓക്കെ. വേറെ എന്തെങ്കിലും? ഹലോ, പറഞ്ഞോളൂ. സാറേ, ഇത് നമ്മള് ആൾറെഡി നമ്മുടെ അക്കൗണ്ടന്റ് ആണ് ഇപ്പം ഈ GST റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് ലോഗിൻ ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും അത്? അത് നിങ്ങളെ സാമർത്ഥ്യം അനുസരിച്ചിരിക്കും. അവരോട് യൂസർ നെയിം പാസ്വേഡും വാങ്ങിയെടുക്കണം. യൂസർ നെയിം പാസ്വേഡ് അറിയോ? അല്ല, അവരാണ് ഫുള്ള് ചെയ്തോണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഇതനുസരിച്ചിരിക്കും. അത് നമ്മൾ എങ്ങനെയാ പറഞ്ഞുതരാം, നിങ്ങളെ കഴിവ് അനുസരിച്ചിരിക്കും. അവരോട് വാങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കിട്ടും. അത് ഗ്യാരണ്ടിയാണ്. കാരണം ഇപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി ഫയലിങ്ങുകളും കാര്യങ്ങളും അതെല്ലാ ബാച്ചിലും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഇതിന് ക്യാഷോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അതായത് പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇതിന്റെ പൈസ എവിടെയാ കാണിക്കുന്നത്? പൈസ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ ഫീ ആണ്, പ്രൊഫഷണൽ ലിങ്ക് ആയിട്ടാണ് ഇത് ചെയ്യുന്നതിന്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ സാധനം പറഞ്ഞു തന്നു, ഇതിന് നമ്മൾ വാങ്ങിക്കുന്നത് 500 വാങ്ങുന്നുണ്ട്, 1000 വാങ്ങുന്നുണ്ട്, 1500 വാങ്ങുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരെ ഗെറ്റപ്പ് അനുസരിച്ചായിരിക്കും അവർ ഫീ വാങ്ങുന്നത്. അപ്പൊ അത് GSTക്ക് ഫയൽ ചെയ്യാൻ ഫീയോ കാര്യങ്ങളോ ഇല്ല. അത് ഞാൻ എല്ലാവരോടും കൂടിയുള്ള കാര്യമാണ് പറയുന്നത്. പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഇതിൽ ഫീ എവിടെ അടച്ചു കൊടുക്കാന്നുള്ളത് കേട്ടോ. ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് പലരും ചോദിക്കുക. അവര് പൈസ കൊടുത്തിട്ടായിരിക്കും ചെയ്തത്. പൈസ ഒന്നുമില്ല, പൈസ എന്ന് പറയാൻ അവരുടെ ഫൈനാണ്. അവർ ചെയ്യുന്നതിനുള്ള പ്രൊഫഷണൽ ലിങ്ക് ആയിട്ട് അവർ വാങ്ങുന്നതാണ്. ഓക്കെ. പിന്നെ അത് നിങ്ങളെ സാമർത്ഥ്യം അനുസരിച്ചിരിക്കും അവരുടെ GST നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അത് നിങ്ങൾ അവരോട് എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അവര് തരുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ. ഡൗട്ട്, എന്റെ അടുത്ത് E-Web എടുക്കാനുള്ള യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്, അതേ സൈറ്റിന്റെ കാര്യമുള്ളത്? അത് രണ്ടാണ്. E-Web രണ്ട് യൂസർ നെയിം പാസ്വേഡ് ആണ്, രണ്ടിനും രണ്ടാണ് വേണ്ടത്. ചോദിച്ചോളൂ. അതെ, നമ്മള് ഇപ്പം പർച്ചേസ് ചെയ്തേക്കുന്നത് കുറച്ച് നമ്മളൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ഫോമിന് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു മാറിയത്. കമ്പനിയായിട്ട് മാറി. അതെ, പ്രൊപ്പറേറ്റർഷിപ്പ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനിയായിട്ട് മാറി. അപ്പൊ ഈ അതിനകത്തുള്ള കുറെ പ്രോഡക്റ്റുകൾ നമ്മൾ ഈ കമ്പനിയിലോട്ട് ലോക്കൽ പർച്ചേസ് ആയിട്ട് കാണിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് GST നമ്പർ ഇല്ല, കാരണം അത് വാറ്റിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന പ്രോഡക്റ്റുകളാണ്, ആ ബില്ലിനകത്ത് വന്ന സാധനങ്ങളുമാണ്. അപ്പോഴിപ്പൊ വന്നപ്പോഴേക്ക് അതിന് അപ്പൊ നമ്മൾ ഈ GST എടുക്കുമ്പോഴേക്ക് നമ്മുടെ പർച്ചേസിനും സെയിൽസിനും എല്ലാം കാണിക്കണമല്ലോ. അപ്പൊ നമ്മളിത് ലോക്കൽ പർച്ചേസ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഏതൊക്കെ അക്കൗണ്ടുകൾ ഈ GST എടുത്തേക്കുന്ന ഒരു ഫേം ഏതൊക്കെ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യണം? പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി വൈസില് നിങ്ങൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യണം, പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, ഫിക്സഡ് അസറ്റിന്റെ രജിസ്റ്റർ, പിന്നെ സ്റ്റോക്കിന്റെ രജിസ്റ്റർ. അത് എല്ലാ ബിസിനസ്സും ഒരേപോലെ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ, ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ, പേയ്മെന്റ് റെസിപ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. അല്ല, അപ്പൊ നമുക്ക് ഈ ലോക്കൽ പർച്ചേസിനകത്ത് അതിന് വേറെ ഒന്നുമില്ല. അതിന് നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിനുള്ള ഇൻപുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആ ഒരു പർച്ചേസിന് നമുക്ക് ഓൾറെഡി ഇൻപുട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം വാറ്റിൽ നമ്മൾ വാങ്ങിയ സാധനമാണ്, GSTയിൽ വാങ്ങിയതല്ല.
അതിനുള്ള ഇൻപുട്ടോ കാര്യങ്ങളില്ല. അതിന്റെ ജസ്റ്റ് എന്താ സ്റ്റോക്ക് ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. വേറെ അതിനുള്ള ഡോക്യുമെന്റും കാര്യങ്ങളും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഫാക്ടറിയുടെ നമുക്ക് ഇപ്പൊ ഒരു രജിസ്റ്റേർഡ് ഓഫീസും ഉണ്ട്, ഫാക്ടറി ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഫാക്ടറിയുടെ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പോകുന്ന ഫാക്ടറിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ടല്ലേ ഫാക്ടറി കാണിക്കണ്ടേ? അങ്ങനെ വേണേ അങ്ങനെ കാണിക്കാം. പിന്നെ അതല്ല പുതിയ രജിസ്ട്രേഷൻ എടുക്കണേ അങ്ങനെ ചെയ്യാം. രണ്ടും ചെയ്യാം. അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യാം, റെന്റ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കാണിക്കണം. അതല്ല പുതിയ രജിസ്ട്രേഷൻ എടുക്കണേ അങ്ങനെയും ചെയ്യാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ അഡീഷണൽ ബിസിനസ് ആയിട്ട് അതെ, നമ്മൾ പറഞ്ഞില്ലേ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസും അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസും. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? ഒരു പാൻ നമ്പർ 2 സ്റ്റേറ്റിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, സർവീസ് സെക്ടർ ആണെന്ന് വിചാരിക്കും. ഒരു പാൻ കാർഡ് 2 സ്റ്റേറ്റിൽ നിന്ന്. 2 സ്റ്റേറ്റ്, ഓക്കെ, 2 സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഈ GST എടുക്കുക, അത് 20 ലാഖിന് അബവ് ആണല്ലോ വരുന്നത്. ഓരോ സ്റ്റേറ്റിനും 20 ലാഖ് അബവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കണ്ടോ, മൊത്തത്തിൽ 20 ലാഖ് ആവണം ഒരു സ്റ്റേറ്റിന്? അപ്പൊ ഈ കേരളത്തിൽ 20 ലാഖ് ആവാണെങ്കിൽ കേരളത്തിൽ എടുത്താൽ മതി. കേരളത്തിൽ എടുക്കണം. അവിടെ 20 ലാഖ് വാങ്ങിച്ചാൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ എടുക്കേണ്ട കാര്യമില്ല. വേണ്ട, ആവശ്യമില്ല. ഇല്ല. വേറെ എന്തെങ്കിലും? കാരണം നമ്മൾ പുതിയ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വീടിന്റെ അഡ്രസ് വെച്ച് നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ വീടിന്റെ ഇതിൽ നിൽക്കുന്നത് ഇപ്പൊ ഫാദറിന്റെ പേരിലാണ് പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഫാദറിന്റെ പേരിലാണ്. അത് എന്ത് ചെയ്യണം, ഫാദറിന്റെ പേരിലാന്നുള്ള രേഖ വേണം. അതേപോലെ തന്നെ ഫാദർ ആണ് എന്നുള്ള എന്ത് വേണം, മുത്തപ്പത്വം വേണം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഹലോ ഇവിടെ ചോദിക്കാൻ പറ്റുന്ന അറിയില്ല. അതായത് ഞാനിപ്പം കുറെ 2 വർഷമായിട്ട് GST നമ്പർ എടുത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പൊ എനിക്ക് കഴിഞ്ഞ ഈ ഒരു 6 മാസ കാലാവധിക്ക് വാങ്ങിച്ച സാധനങ്ങളും അതിന്റെ സർവീസ് എല്ലാം കൂടെ ഒറ്റ ബില്ലാക്കി ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ബില്ലാക്കി എനിക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമോ? ഒറ്റ ബില്ലാക്കി കാണിക്കണോ? ഇതുവരെ ഫയൽ ചെയ്തില്ല? അതല്ല, വാങ്ങിച്ചതെല്ലാം നമുക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ചത് കംപ്ലീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. സർവീസ് കൺസേൺ ആണോ? ഇത് ഒരു സർവീസ് ആണ്. എനിക്ക് സ്വിമ്മിംഗ് പൂളിന്റെ വർക്കാണ്. എനിക്ക് ഇൻപുട്ട് കിട്ടില്ല. സർവീസ് അല്ല, സെയിൽസ് ആൻഡ് രണ്ടും ഉണ്ട്. ഗുഡ്സ് സെയിൽസ് സർവീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗുഡ്സിന്റെ ഒരു ബില്ലായിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഓരോ ബില്ലിനാണ്. അതായത് അത് ഇല്ല, അങ്ങനെ കിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇപ്പൊ ഓരോ ബില്ല് വാങ്ങിച്ച ബില്ലുകളെല്ലാം നമ്മൾ ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് അടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് 10 ലക്ഷത്തിന്റെ ബില്ല് അടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് നിങ്ങളല്ലല്ലോ, എതിർ പാർട്ടി ഉണ്ടല്ലോ, നിങ്ങൾ വാങ്ങിയ പാർട്ടി ഉണ്ടല്ലോ, അവർക്ക് എന്ത് കിട്ടണോ? അവർക്കും GSTയിൽ ഇൻപുട്ട് കിട്ടണ്ടേ? അവരെ പർച്ചേസ് അല്ലേ? വേണ്ട. ഇപ്പൊ നിയമം അനുസരിച്ച് നമ്മൾ ഫയൽ ചെയ്യണം, അവരും ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് കിട്ടൂ. അതായത് നമ്മൾ ഓരോ ബില്ലായിട്ട് സെപ്പറേറ്റ് ഫയൽ ചെയ്യണം, അത് അവരും ഫയൽ ചെയ്യണം. നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ഇൻപുട്ട് കാണിച്ചു, പർച്ചേസ് ആയിട്ട് കാണിച്ചു അല്ലേ? ഇനി നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ സെയിൽ ആയിട്ട് ഒറ്റ ബില്ല് കാണിച്ചാൽ മതിയോ എന്നാണ് ചോദിച്ചത് അല്ലേ? അതല്ലേ ചോദിച്ചേ? ഹലോ, ചോദിച്ചോളൂ. വാങ്ങിച്ച പർച്ചേസ് ബില്ലുകളെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ അവർക്ക് ഈ പാർട്ടി GST നമ്പർ ഇല്ലാത്ത പാർട്ടിയാണ്, പാർട്ടിയുടെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അവർക്ക് പക്ഷെ ബില്ല് കൊടുക്കണം, GST ബില്ല് കൊടുക്കണം. അവർക്ക് 10 ലക്ഷത്തിന്റെ ബില്ലാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഒറ്റ ബില്ല് കാണിച്ചാൽ അങ്ങനെ ബില്ല് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് B2C എന്ന് പറഞ്ഞ ഏരിയ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത പാർട്ടിക്ക് ഒരു കാരണവശാലും GST ഫയൽ ചെയ്യുമ്പോൾ ബില്ല് വേണ്ട. അത് നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് സെയിൽ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് സെയിൽ ഒന്നും കാണിക്കേണ്ട ആവശ്യം, അതായത് നിങ്ങൾക്ക് ബില്ലോ കാര്യങ്ങളോ കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടോട്ടൽ 5% സെയിൽ എത്ര, 12% സെയിൽ എത്ര, 18% സെയിൽ എത്ര, അത് കേരളത്തിൽ എത്ര, തമിഴ്നാട്ടിൽ എത്ര, കർണാടകയിൽ എത്ര, സെപ്പറേറ്റ് ഒരുമിച്ച് അങ്ങ് കാണിച്ചാൽ മതി. സെപ്പറേറ്റ് കാണിക്കണ്ട. ഓക്കെ, ക്ലിയർ. വേറെ എന്തെങ്കിലും? കേൾക്കുന്നില്ല. എങ്ങനെയാ? കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഐറ്റംസ് കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു.
കേൾക്കുന്നില്ല. എന്താണ് കേട്ടില്ല, പറഞ്ഞോളൂ. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പറഞ്ഞോളൂ. ഹലോ, പറയൂ. അത് കേരളത്തില് ഒരു ഗുഡ്സ് നമ്മള് തമിഴ്നാട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. പാർട്ടിന്റെ അവിടുത്തെ ബില്ലും ആയിട്ട് എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് ബില്ല് ക്യാൻസൽ ആകുമ്പോ അവിടെ എവിടെയെങ്കിലും എൻട്രി ആകുന്നുണ്ടോ? ട്രാൻസ്പോർട്ടിന്റെ എൻട്രി ആകുന്നുണ്ടോ? അത് വയ്യ, അത് പ്രശ്നം വരുമോ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ബില്ലും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞല്ലേ, അവരവിടെ എത്തിയതിനു ശേഷമല്ലേ ക്യാൻസൽ ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഈ ബില്ല് വേണ്ടി വരും. ഈ ബില്ല് 50,000 താഴെ. ഞാൻ സപ്ലൈ ചെയ്ത് 10,000. അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും വേണ്ട. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്.